എല്ലാവർക്കും നമസ്കാരം. എങ്കിൽ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായിട്ട് ശ്രീ വർഗീസ് ചേട്ടനെ ക്ഷണിക്കുകയാണ്. വർഗീസ് ചേട്ടൻ നമ്മുടെ നാഷണൽ കോർഡിനേറ്റർ ആണ്. വർഗീസ് ചേട്ടൻ നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഫ്രൈഡേ വിഷയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ PSPയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവർക്കും ഒരു ജീവിതത്തിലൊരു ശീലമാറ്റം അല്ല, ഒരു ജീവിത മാറ്റം. എന്തൊക്കെയോ നമുക്ക് തെറ്റായ ശീലങ്ങളുണ്ട്, അല്ലെങ്കിൽ തെറ്റായ പെർസെപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരു ബോധ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റണമെന്ന് ഉള്ള ഒരു ബോധ്യം വരും. അപ്പൊ ആ മാറ്റത്തിനായിട്ട് പലരും പല വിധത്തിലുള്ള ഇതുപോലുള്ള പ്രഭാഷണങ്ങളെ കേൾക്കും, പലരെയും നമ്മൾ ആശ്രയിക്കും, പല സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ ആശ്രയിക്കും. ഇതൊക്കെ ചെയ്തിട്ടും സംഭവം ശരിക്കും നടക്കുന്നില്ല, വേണ്ട രീതിയിൽ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത് മല മറിക്കുന്ന ഒരു ഇതാണെന്നിട്ട് തോന്നുന്നുണ്ടോ എന്ന്. അപ്പൊ അതിനൊരു ഉത്തരമായിട്ടാണ് നമ്മൾ ഒളിമ്പസിലെ ഡീപ്പ് ഇക്കോളജിക്കൽ വിസ്റ്റത്തിൽ നമ്മൾ ഇത് പറയുന്നത്. അതിന് പ്രകൃതിയുടേതായിട്ടുള്ളത് തനതായിട്ടുള്ളൊരു വഴിയുണ്ട്. പ്രകൃതിയുടെ വഴി എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് എഫർട്ടാണ്. ആ പ്രകൃതിയിൽ എല്ലാം അനായാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇതുപോലുള്ള എഫർട്ട്, മനുഷ്യനെടുക്കുന്ന പോലുള്ള എഫർട്ട് ഒന്നിനുമില്ല. ജീവിജാലങ്ങൾ ഉൾപ്പെടെ നമുക്ക് മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഇത്രയും എഫർട്ടിൽ മലമറിക്കുന്ന പോലെ ജോലി ചെയ്തിട്ട് ജീവിക്കേണ്ടി വരുന്നു. അപ്പൊ അതോടെ എന്തെയോ തെറ്റിക്കിടക്കുന്നുണ്ട്. അപ്പൊ ആ തെറ്റിക്കിടക്കുന്ന എവിടെയാണെന്ന് മനസ്സിലാക്കാനാണ് നമ്മളിവിടെ അതിന്റെ ബേസിക് ആയിട്ടുള്ള പല സംഗതികളും അതിനെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ അതിനെ സമഗ്രതയിലൂടെ മാറ്റിയെങ്കിലേ പറ്റും. കാരണം നമുക്ക് പല തലങ്ങളുണ്ട്. പല തലങ്ങളിലെ എല്ലാ തലങ്ങളും കൂടെ ഒരേ അലൈൻമെന്റിൽ വന്നു കഴിഞ്ഞാൽ ഈ മാറ്റം സംഭവിക്കുകയുള്ളൂ. ആ മാറ്റം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തലങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം. അതിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ എങ്ങനെയാന്നുള്ളത് അറിയണം. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു മാറ്റം ഒരുപോലെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കൂടെ ചേർത്ത് പിടിച്ചുള്ള കുറെ പരിശീലനങ്ങൾ ആവശ്യമാണ്. അപ്പൊ ആദ്യം ബോധ്യം വരണം, പിന്നെ പരിശീലനങ്ങളിലേക്ക് കൂടെ പോകണം. അപ്പൊ ബോധ്യങ്ങൾ വരാനായിട്ടുള്ള നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് പിന്നെ ആർക്കെങ്കിലും ഒക്കെ കൂടുതൽ അറിയേണ്ടിയവരാണ് പിന്നെ കോഴ്സിലോട്ട് വരുന്നതും അത് മാറ്റത്തിനുള്ള ശ്രമം നടത്തുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻട്രൊഡക്ടറി കോഴ്സാണ് ഇന്ന് പ്രഭാഷണമാണ് ഇന്ന് നടത്തുന്നത്. അപ്പൊ നമ്മൾ ഇവിടത്തെ ഇത് വളരെ ഡീപ്പായിട്ട് നമ്മളിവിടെ സബ്ജക്റ്റുകളെ വിശദീകരിക്കുന്നുണ്ട്. എല്ലാ തലങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ സമഗ്രമായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബീയിങ് ആണ്. അതിന്റെ ഇന്റഗ്രിറ്റി മൊത്തത്തിൽ നമ്മൾ കൺസിഡർ ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ ആയിട്ടുള്ള ആ ഫലങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പൊ അതിനെ വിശദീകരിക്കുകയാണ് സന്തോഷ് ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. ക്വസ്റ്റ്യൻസ് ഉള്ളവർ അത് നോട്ട് ചെയ്തിട്ട് ലാസ്റ്റിൽ ചോദിക്കുക. ഇത് നമ്മളെ ഗുരുകുല സമ്പ്രദായത്തിന്റെ അനുസരിച്ചാണ്. അപ്പൊ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഉത്തരങ്ങൾ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട്. അതനുസരിച്ചിട്ട് കണ്ട അതിനുള്ള ചോദ്യങ്ങളായിട്ട് തയ്യാറായിരിക്കുക. താങ്ക് യു. എല്ലാവരെയും ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു വർഗീസ് ചേട്ടാ. വീണ്ടും പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രോഗ്രാം കഴിയുന്നതിന് മുൻപ് എല്ലാവരും പരിചയപ്പെടാം. അതിനു മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് പൊന്നി ഒളിമ്പ. ഇപ്പൊ ഞാൻ പാലക്കാട് തത്തമംഗലത്തുള്ള നവോത്തര ഗുരുകുലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ 99 മുതൽ ഒളിമ്പസ് എന്ന് പറയുന്ന ഈ ഒരു സംഘത്തിന്റെ കൂടെ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോ നമുക്ക് എന്താണ് ഇപ്പൊ എല്ലാവരും ഒളിമ്പസ് അല്ലെങ്കിൽ PSP ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. പ്രകൃതിയായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് പതിയെ പരിചയപ്പെടാം. ഓക്കെ, എന്തായാലും ഇവിടെ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാല് ഇവിടെ പറയുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളെ പറ്റിയാണ്, നമ്മളെ പറ്റി മാത്രമാണ് എന്നുള്ളത്. അത് പല ആംഗിളിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച, അതിൽ ചില വശങ്ങളിൽ നിന്ന് മാത്രം നമ്മൾ ചില കാഴ്ചകൾ കണ്ടിട്ട് അത് മാത്രമാണ് എന്ന്, ഇപ്പൊ അന്ധൻ ആനയെ കണ്ടതുപോലെ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ചില മനസ്സിലാക്കലുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, മറ്റൊരു വശം കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വശങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ സമഗ്രമായിട്ട് നമ്മൾ എന്നത് എന്തെല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതെല്ലാമായിട്ടും നമ്മളത് കാണേണ്ടതുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദർശനമാണ് ഒളിമ്പസ് എന്ന് പറയുന്നത്. പ്രകൃതി എന്ന് പറയുന്നതിനെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാനുള്ള ഒരു സ്ഥലം എന്ന് കരുതുന്നതിന് പകരം
നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തരുന്ന, നമ്മളെ സംരക്ഷിച്ചു പോരുന്ന, നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന ഒരു സംവിധാനം, ഒരു സമഗ്രമായിട്ടുള്ള സംവിധാനം എന്ന് മനസ്സിലാക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ നമ്മൾ അതിനെ വിശദമാക്കി പറയുകയാണെങ്കിൽ നമ്മളെ പോലെ തന്നെയുള്ള ഒരു ജീവിയാണ് ഈ ഭൂമി എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്ന ഒരു വിശദീകരണത്തിൽ വരുന്ന കാര്യമാണ്. അപ്പൊ ഈ ഡീപ്പ് ഇക്കോളജി അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന പുതിയ വാക്കുകൾ നിങ്ങൾ ഇതിൽ കേട്ടേക്കാം. അത് പേടിക്കൊന്നും വേണ്ട. അതിനൊക്കെയും അർത്ഥം നമ്മൾ ഭൂമിയെ കുറിച്ച് ചില വശങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് ചില വാക്കുകൾ നമ്മൾ പഠിക്കുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു, അതായത് ഇവിടെ നേരത്തെ പി എസ് പി എന്ന് പറയുന്നത് ഒരു ജീവിത പരിഷ്കരണ പദ്ധതിയാണ്. അതായത് ശീലം മാറ്റുക, എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്കൊരു കാഴ്ച നൽകുന്ന ഒരു സംവിധാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ശീലങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ മടുപ്പിക്കുന്നത് എന്ന് പറയാം. പക്ഷെ നമുക്ക് പല ശീലങ്ങളെയും അറിയാം, എന്നാൽ എല്ലാം ശീലങ്ങളാണെന്ന് നമുക്കറിയില്ല. നമ്മൾ എന്ന് പറയുന്നത് തന്നെ കുറെ ശീലങ്ങളുടെ ഒരു കൂട്ടമാണെന്നാണ്. അത് നിങ്ങൾ പി എസ് പിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് മനസ്സിലാവും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ എന്തെല്ലാം ശീലങ്ങൾക്ക് അടിമകളാണ് നമ്മൾ എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം ശീലങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതൊക്കെ പി എസ് പിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പി എസ് പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മളിവിടെ, ഇപ്പൊ പലർക്കും ഇവിടെ അറിയാം നമ്മളൊരു പരിസ്ഥിതി പ്രവർത്തകരാണ്, അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കൂട്ടമാണെന്ന്. പക്ഷെ ഈ ജീവിത വിജയം അല്ലെങ്കിൽ ശീലമാറ്റവും പ്രകൃതിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് പലർക്കും അങ്ങോട്ട് പിടികിട്ടിയിട്ടുണ്ടാവില്ല. എന്നാലും ഇന്ന് ഈ ഒരു സെഷൻ തീരുന്നതിന് മുമ്പ് എല്ലാവർക്കും അത് മനസ്സിലാകും. നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിലാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുടെ പരിഹാരവും കിടക്കുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു കാര്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും പല പരിപാടികളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതേ വിഷയങ്ങൾ പല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. സഹവാസങ്ങൾ, സത്സംഗങ്ങൾ, മഴ ക്യാമ്പുകൾ, അതുപോലെ ഇപ്പോ ക്യൂ ലൈഫ് എന്ന് പറയുന്ന കോഴ്സ്, അതിന്റെ ഒരു പതിപ്പാണ് പി എസ് പി എന്ന് പറയുന്നത്. അങ്ങനെ ഈ കോഴ്സുകളിലൂടെയൊക്കെയും നമ്മൾ നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രകൃതിയുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള ആ ഒരു വിനിമയം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതിലെ ശീലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, നമ്മൾ എങ്ങനെ നമ്മുടെ ചുറ്റുപാടിനോട് ഇടപെടണം എന്നുള്ള കാര്യമാണ്. ആ ശീലത്തിൽ ഇതുവരെ നമ്മൾ കൊണ്ടുവരാത്ത പുതിയ ശീലങ്ങൾ ചേർക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ദിവസവും രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ പുതിയതായിട്ട് ചെയ്തു തുടങ്ങുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ശീലം മാറുന്നതോടുകൂടി ജീവിതം പുതിയൊരു രീതിയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള വളരെ കൗതുകകരമായിട്ടുള്ള, വളരെ ആസ്വദിക്കാൻ സാധിക്കുന്ന കുറച്ച് ശീലങ്ങളാണ്. പക്ഷെ അതിനെ ഒരു ഭാരമായിട്ട് കണക്കാക്കാതെ, നമ്മുടെ നിലവിലുള്ള ജീവിത തിരക്കുകൾക്കിടയിൽ അതൊരു പ്രശ്നമായിട്ട് കണക്കാക്കാതെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും തയ്യാറെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇനിയും നമ്മുടെ വഴി മാറിയില്ലെങ്കിൽ, നമ്മുടെ ശീലങ്ങളെ മാറ്റിയില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു വളർച്ച, അതായത് നമ്മുടെ ആഗ്രഹ പ്രകാരമുള്ള ഒരു വളർച്ച ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പൊ പ്രകൃതി നമുക്ക് എല്ലാം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് എന്താണെന്നും എനിക്ക്, അതായത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇപ്പോഴും നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഉയർച്ചയാണ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ മാത്രമല്ലാതെ വേറെ കുറെ വശങ്ങളും കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം വിജയകരമാകുന്നതും സന്തോഷകരമാകുന്നതും പിന്നെ വേണ്ടുന്ന വളർച്ച പ്രാപിക്കുന്നതും ഒക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പരിപാടിക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യം വിഷയം എന്താണെന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, അതായത് ഇന്നത്തെ സമയത്തിന്റെ പകുതി സമയം ഓപ്പൺ സെഷൻ ആണ്. നിങ്ങൾക്ക് എന്താണ് വിഷയത്തിലൂടെ കിട്ടിയ കാര്യങ്ങൾ, അതിൽ മനസ്സിലായതും മനസ്സിലാകാത്തതും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ എന്ത് മനസ്സിലാകാത്ത കാര്യം ഉണ്ടെങ്കിലും മാത്രമല്ല നിങ്ങളുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അതിനുശേഷം വിലയിരുത്തലാണ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, എന്ത് മനസ്സിലായില്ല എന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ ഒരു സെഷൻ എന്ത് ഫീൽ ചെയ്തു എന്നുള്ള കാര്യം, സെഷൻ കേട്ടതിലൂടെ എന്ത് തോന്നി എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഞങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ 3 ഘട്ടങ്ങളും കടന്നു കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ പോകാവൂ. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും അവരവരുടെ ഫോൺ നമ്പറും പേരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടാൻ ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ് പോയാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫർദർ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ചോയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ന് എന്റെ ഒരു താല്പര്യപ്രകാരമാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾ അത് തെരഞ്ഞെടുത്തത്. പക്ഷെ
എനിക്ക് പറയാൻ സാധിക്കും, ഡിപിക്കോളജി അല്ലെങ്കിൽ ഒളിമ്പസിനെ പഠിച്ചതിലൂടെ എനിക്ക് പറയാൻ സാധിക്കും, നിങ്ങളിൽ അത്തരം ഒരു തോന്നൽ ഉണ്ടാക്കിയതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകൃതി നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു വിഷയം മനസ്സിലാക്കാനായിട്ട് അതിന് കാരണമായത് നിങ്ങളുടെ ഒരു അന്വേഷണം, ജീവിതത്തിൽ ഇനിയും എനിക്ക് മെച്ചപ്പെടണം, കുറച്ചുകൂടെ എന്തൊക്കെയോ എനിക്ക് അറിയാനുണ്ട് എന്നുള്ള ആ ഒരു ആകാംക്ഷ, അതായിരിക്കാം നിങ്ങളെ അത്തരം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നത്. എല്ലാവരും ഇന്നത്തെ ഒരു സെഷൻ വളരെ നന്നായിട്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വളരെ മെച്ചപ്പെട്ട അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല അറിവും അനുഭവവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ സെഷൻ അവതരിപ്പിക്കാൻ പോകുന്നത് ശ്രീ സന്തോഷ് ഒളിമ്പസ് ആണ്. എല്ലാവർക്കും അറിയാം, ഞങ്ങൾ എല്ലാവരും ഏട്ടൻ എന്നാണ് വിളിക്കാറുള്ളത്. നമ്മുടെ പഠന രീതി എന്ന് പറയുന്നത് ഗുരുകുല സമ്പ്രദായമാണ്. അത് മയോട്ടിക് അധ്യാപന രീതി എന്നൊക്കെ പറയും. അതായത് ചോദ്യം ഉണ്ടെങ്കിലേ ഉത്തരം ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷെ എന്ത് ചോദിക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചോദിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെ വളരെ ചെറുപ്പം മുതലേ പഠിച്ചു വന്ന ഒരു സമ്പ്രദായം, നമുക്ക് വേണ്ടതും വേണ്ടാത്തതൊക്കെ മുൻപിലേക്ക് കിട്ടി നമ്മളതെല്ലാം കഴിച്ചു എന്നുള്ളൊരവസ്ഥ എന്നതുപോലെ ആയിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു താല്പര്യം, നിങ്ങളുടെ അന്വേഷണം, അതിനനുസരിച്ച് മാത്രമേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്തോ ലഭിക്കുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. സെഷൻ അവതരണത്തിലേക്കായിട്ട് ക്ഷണിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്നോട് എടുത്തു പറയാം, മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. ഓക്കെ, എന്റെ പേര് സന്തോഷ് എന്നാണ്. സന്തോഷ് ഒളിമ്പസ് എന്ന് ആണ് നിങ്ങൾ പൊതുവായിട്ട് അന്വേഷിക്കുമ്പോൾ കിട്ടുക. പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്ത് നവഗോത്ര ഗുരുകുലം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്തിരുന്നിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ചില കാര്യങ്ങളിൽ നിങ്ങളെക്കാൾ മുമ്പ് നടന്നുപോയ ഒരാൾ, കുറെ കാര്യങ്ങളിൽ നിങ്ങൾക്കൊപ്പം നടക്കുന്ന ഒരാൾ, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പിറകെ നടക്കുന്ന ഒരാൾ, അങ്ങനെ നടക്കുന്ന ഒരു വളരെ സാധാരണക്കാരനായ ഒരു പച്ച മനുഷ്യനാണ് ഞാൻ എന്ന് ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. സാധാരണ ഞാൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, കളക്ടറാണ് എന്നൊക്കെ പരിചയപ്പെടുത്തുന്നതിന് പകരം ഞാനൊരു പച്ച മനുഷ്യനാണെന്ന് പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇനിയും പച്ച മനുഷ്യനായിട്ടില്ല എന്നൊരു ഖേദം എനിക്കുണ്ട്. പച്ച മനുഷ്യനാകാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ അതില് ഈ പച്ചത്തം ആവുന്ന സമയത്ത് അതിന്റെ കൂടെ കുറെ പച്ചകൾ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ നടത്തി കുറെ ആളുകളെ കൂടെ കൂട്ടി നമ്മൾ ഒരുമിച്ച് ജീവിക്കാനൊക്കെ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ഇനി ഇതിലും വലിയ ലോക്ക്ഡൌണുകൾ വരാൻ പോകുമ്പോൾ ആ ലോക്ക്ഡൌണുകൾ അതിജീവിക്കണമെങ്കിൽ നമുക്ക് ഒരുമിച്ചുള്ള ജീവിതം കൊണ്ടേ സാധ്യമാകൂ എന്നുള്ളപ്പോ അതിന് നമുക്ക് നമ്മെക്കുറിച്ചുള്ള അറിവും നമ്മളെക്കുറിച്ചുള്ള കൈകാര്യക്ഷമതയും ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ അതിനായിട്ട് 1994 മുതൽ ഞങ്ങൾ നടത്തി വരുന്ന ഒരു കമ്മ്യൂണിറ്റി, ഞങ്ങൾ 1981 സ്റ്റാർട്ട് ചെയ്തതാണ്. കുട്ടികളുടെ സയൻസ് ക്ലബ്ബായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോ 1994 മുതൽ ഞങ്ങൾ ഒരു കമ്മ്യൂണായിട്ട് കൂട്ടുജീവിത കേന്ദ്രമായിട്ട് ജീവിച്ചു വരുന്നു. അവിടെ വരുന്ന സാമൂഹ്യ പ്രവർത്തകർക്ക്, പരിസ്ഥിതി പ്രവർത്തകർക്ക്, ശാസ്ത്രാന്വേഷികൾക്കൊക്കെ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, ഇവിടെ സാമൂഹ്യ പ്രവർത്തനത്തിനായിട്ട് വരുന്ന ആളുകൾ ഇപ്പോൾ പ്രവർത്തനം നടത്താൻ താല്പര്യപ്പെട്ടു വരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ പെങ്ങളെ കെട്ടിക്കാറുണ്ടാവും, സമ്പത്ത് ഉണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യുക? അതിന് പണം ഉണ്ടാക്കേണ്ടി വരും. ആ പണം ഉണ്ടാകണമെങ്കിൽ അതിനൊരു മാനസിക തലത്തിലേക്ക് മാറണം. ചിലർക്ക് വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എന്ത് വേണം എന്നുള്ളത് കാലാകാലങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുത്ത് കുറെ കഴിഞ്ഞപ്പോ അതൊരു വ്യവസ്ഥയായി തീർന്ന് അങ്ങനെ 10, 28, 29 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ക്യൂ ലൈഫ് എന്നുള്ള പേരിൽ, ക്വാണ്ടം ലൈഫ് എന്നുള്ള പേരിൽ ഞങ്ങൾ പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഞങ്ങൾ കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന സാധനങ്ങളൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ പല ട്രെയിനർമാരും പുതിയ ചില പേരുകളും ഒക്കെ ആയിട്ട് പരിചയപ്പെടുന്നത് കണ്ടപ്പോ ഞങ്ങൾക്ക് അതൊന്നും പരിചയമില്ല. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരം മാനേജ്മെന്റ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിച്ച കാര്യങ്ങള് പൊതുസമൂഹത്തിൽ കാണാം, ചിലത് പൊതുസമൂഹത്തിൽ ഉപയോഗിച്ച കാര്യങ്ങള് ചില ആളുകൾ പറഞ്ഞു തന്നിട്ട് നമ്മൾ എടുത്തുപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കോറിലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഒരു വ്യവസ്ഥാപിത ട്രെയിനർമാരല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഷേവ് ചെയ്യാതെയൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ ഉള്ള ധൈര്യം തോന്നുന്നത്. എന്താണെങ്കിലും നമുക്ക്
ഇന്ന് സംസാരിക്കാൻ നമ്മൾ തീരുമാനിച്ചൊരു വിഷയമുണ്ടല്ലോ, അതായത് ഈ ജീവിതത്തെ മാറ്റാൻ, ജീവിത മാറ്റം എന്നുള്ളത് ഒരു മലമറിക്കുന്ന പ്രക്രിയയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യം. ജീവിത മാറ്റം മലമറിക്കുന്നുണ്ടായി തോന്നുന്നുണ്ടോ? പലർക്കും അങ്ങനെ തോന്നും, ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ നമ്മള് ഇതിനെ അതിജീവിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, എന്താണ് ചെയ്തത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഇപ്പോ ചിലപ്പോൾ ചില ആളുകളോടൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും, കാരണം അവർ നമുക്ക് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. പലപ്പോഴും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സ്കൂളിലെ ചില ടീച്ചർമാര്, സ്കൂളിൽ ഇടയ്ക്ക് വന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്ന ചില മാഷന്മാര്, അല്ലെങ്കിൽ ചില അതിഥി പ്രസംഗകര് ഒക്കെ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. അത് ഹൃദയത്തിൽ കൊണ്ടു എന്നൊക്കെ പറയും. ഹൃദയത്തിൽ കൊണ്ടതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബസ്സിലൊക്കെ കയറിയിരുന്ന് നമ്മൾ ഇതിനെ കുറിച്ച് സ്വപ്നാടനം നടത്തി ഇങ്ങനെ പോകുന്ന സമയത്ത് ബസ് വലിയൊരു ഗട്ടറിൽ ചെന്ന് ചാടിയാൽ മതി, ആ ചിന്ത അവിടെ താഴെ പോകും. പിന്നെ നമ്മുടെ വലയിൽ ഈ സാധനം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കുറച്ചു നേരത്തേക്ക് ആ ഡ്രൈവറെ തെറിയും വിളിച്ച്, റോഡ് പണിത വരെ തെറിയും വിളിച്ചിട്ട് നമ്മൾ ജീവിക്കും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോകും, നമ്മൾ ആ വഴിക്കാവും. പിന്നെ നമ്മൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നില്ല എന്ന കാര്യം നമുക്ക് ഉണ്ട്. കാരണം ഈ കേൾക്കുന്നതൊക്കെ കേൾവികളാണ്, അനുഭവങ്ങളല്ല. അനുഭവിക്കാത്ത ഒരു കാര്യവും നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവുകയില്ല. കേൾക്കുന്ന കാര്യം കേട്ടു എന്ന ഒരു അനുഭവമുണ്ട്. കേട്ടത് ആശയമാണ്. കേട്ട ശബ്ദം കേട്ടു, പക്ഷെ കേട്ട ശബ്ദം എന്നുള്ളത് ഒരു ആശയമാണ്. ഈ ആശയത്തിന് പെർസിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത, നമ്മുടെ തലയിൽ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറച്ചാണുള്ളത്. അത് കൂടുതൽ കാലം നിൽക്കില്ല. അപ്പോ ഇങ്ങനെയുള്ള മോട്ടിവേഷൻസ് നമ്മൾ കേട്ടിട്ട് എന്താണ് ഗുണം എന്നത് ആണ് എന്റെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഗുണങ്ങളില്ലാത്ത ഒരു കാലത്ത്, ഗുണങ്ങളില്ലാത്ത ഒരു കാര്യവും വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ വഴിമാറ്റാൻ ശ്രമിക്കുന്നത്? നമുക്ക് വഴിമാറണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പോകുന്ന ഒരു ഗതി, നമ്മളിപ്പോ പോകുന്ന ഒരു ദിശ ശരിയല്ല, അത് ശരിയായ മുറയിലല്ല എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമുക്ക് വഴിമാറ്റം വേണമെന്ന് തോന്നുക, അല്ലെ? ഇപ്പൊ പോകുന്ന വഴി ശരിയല്ല, അത് ക്ലിയർ അല്ല, എനിക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല, മാറ്റം വേണം എന്നുള്ളത്. അപ്പൊ മാറാൻ ഞാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ മാറ്റത്തിന് ഒരുങ്ങുന്ന സമയത്ത് നമ്മളെ പിടിച്ചു വലിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഈ തണുത്ത കാലത്ത്, ഇപ്പൊ ഷവറൊക്കെ വന്ന കാലത്ത് ആധുനികന്മാർക്ക് അത് എങ്ങനെയാണ് അറിയാന്ന് എനിക്കറിയില്ല. പഴയ ആളുകൾക്ക് ബാത്റൂമിലൊക്കെ പോയി കുളിച്ചിട്ടുള്ള, മറപ്പരയിലൊക്കെ പോയി കുളിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. നല്ല തണുത്ത കാലത്ത് രാവിലെ വെള്ളം എടുത്ത് കുളിക്കാൻ ഒരുങ്ങുന്ന സമയത്തെ വെള്ളം എടുത്ത് കപ്പ് കൊണ്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് എടുക്കും, വെള്ളം മേലെ ഒഴിക്കാൻ. ആ തണുപ്പിനെ കുറിച്ച് അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് നിൽക്കും, ഒഴിക്കാനൊന്നും മടിക്കും നമ്മള്. ആ ഒരു മടിയുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇതിൽ നമ്മൾ അങ്ങനെ കുറച്ചു നേരം ചിലപ്പോൾ നിന്നു പോകും. അത് പ്രത്യേകിച്ച് ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തവരാകുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുളിച്ചില്ല എന്നും വരും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പല ഘട്ടങ്ങളുണ്ട്. നമുക്ക് ഇതെടുത്ത് അണിയാൻ ഒരുങ്ങും, നമ്മളെ പുതിയ ഒരു തീരുമാനം എടുത്തിട്ട് പുതിയൊരു വഴി പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നമുക്ക് അതെടുത്ത് ജീവിതത്തിൽ അണിയണമെന്ന് തോന്നുമ്പോ അത് അണിയാൻ പറ്റാത്ത, അതനുസരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പിടുത്തം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഈ പിടുത്തം എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മളിപ്പോ ഒരു വാതിലിലൂടെ കടന്ന് അകത്തേക്ക് കയറാൻ ഒരുങ്ങുകയാണ്, ഞെരുങ്ങിയ ഒരു വാതിലിന്റെ അകത്തൂടെ കയറാൻ ഒരുങ്ങുകയാണ്. വാതിലിന്റെ സൈഡിൽ ഒരു ചെറിയൊരു ആണിയോ എല്ലാം പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉടുപ്പ് അവിടെ കുടുങ്ങിയാണ്, നമുക്ക് ആ കുടുങ്ങിയ ഉടുപ്പും വെച്ചിട്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല. ഒന്നുകിൽ ഉടുപ്പ് കീറും, അല്ലെങ്കിൽ ഇത് പിടിച്ചു വലിച്ച് നമ്മൾ അവിടെ നിർത്തും. ഇതുപോലെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ശീലങ്ങളാണ് പലപ്പോഴും, ഇതിനു മുമ്പ് ശീലിച്ച ശീലങ്ങളാണ്, ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കി വെച്ച ചില കാര്യങ്ങളാണ് നമ്മളെ പിടിച്ചാ നിർത്തുന്നത്. ഇതും വെച്ചിട്ട് നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകാനാണ്? അപ്പോഴാണ് നമ്മൾ ഈ ജീവിത മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു, ഇതിങ്ങനെ പോയാൽ പോരാ, മാറിയേ പറ്റൂ. ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു, ഇതിങ്ങനെ ശരിയാവില്ല, മാറിയേ പറ്റൂ. ബന്ധങ്ങളിൽ, വീട്ടില് ഭാര്യയായിട്ട്, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട്, അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ട്, അല്ലെങ്കിൽ അച്ഛനായിട്ട്, അമ്മയായിട്ട്, സുഹൃത്തുക്കളായിട്ട്, ആരോടെങ്കിലും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ കാമുകൻ കാമുകി, അല്ലെങ്കിൽ അയൽവക്കക്കാരായിട്ട് പ്രശ്നം വരുന്നു. ഞാൻ അവരോട് ഫൈറ്റ് ചെയ്ത് ഞാൻ അവരെ തോൽപ്പിക്കും എന്ന് അഹങ്കരിക്കുന്നവർക്ക് അങ്ങനെ പോവാം. മനസമാധാനം വേണ്ടവർ അഹങ്കരിക്കാനായിട്ട് നിൽക്കുകയല്ല ചെയ്യാൻ. ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ആലോചിക്കും. ഈ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്നുള്ള ഒരു അവസ്ഥയെ നമ്മൾ എപ്പോഴും സീക്ക് ചെയ്യും. പക്ഷെ എന്ത് കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യാൻ പോയാലും നമുക്ക് പ്രശ്നം തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോ നമ്മളെ ശീലങ്ങൾ കൊണ്ടിങ്ങനെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന എന്തോ ഒന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും, എടാ വല്ല ബാധയുമുണ്ടോ? പലരും ആലോചിച്ചിട്ടുണ്ടാവും. എന്നോട് ഇപ്പൊ ഇതിൽ ഇരിക്കുന്ന പലരും സംസാരിച്ചിട്ട് തന്നെയുണ്ട്.
എന്തോ ഒരു ബാധയുണ്ടോ, അതോ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചിരിക്കണ്ട. ഇപ്പൊ ഇതുപോലെ പലരും അതുപോലെ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയിലൂടെ പോകട്ടെ. കാരണം നമുക്ക് മനസ്സിലാവില്ല എന്താണ് നമ്മളെ പിടിച്ചു വലിക്കുന്നത് എന്നുള്ളത്. ഈ ടാറിട്ട റോഡില് ടാറിട്ട് കഴിഞ്ഞ ഉടനെ ചെരുപ്പിട്ടിട്ട് അതിൽ കൂടെ നടക്കാനൊരുങ്ങിയാൽ നമുക്ക് മനസ്സിലാവും. ചെരുപ്പ് ടാറിലൊട്ടിയിട്ട് കാല് പൊങ്ങൂല. ഇതിൽ ജഗദീഷ് കുമാർ ഏതൊരു സിനിമയിൽ കാണിക്കുന്നുണ്ട് ആ ഒരു നടത്തം. കാലിങ്ങനെ പറിച്ച് നടക്കേണ്ട ഒരവസ്ഥ. ഇതുപോലെ ഭയങ്കര ഒട്ടലായിരിക്കും. ഈ ഒട്ടൽ അഥവാ പശ്ചിമ ഉണ്ടായിരിക്കും. ഈ പശ്ചിമയാണ് പ്രശ്നം. നമ്മളെ എവിടേക്കോ പിടിച്ചു വലിക്കുന്ന പശ്ചിമ. ഈ പശ്ചിമ എവിടെ? കാലിന്റെ അടിയിലാണോ? നമ്മുടെ പുറകിലാണോ? അല്ല. ആ പശ്ചിമയുള്ളത് നമ്മുടെ ഈ നാഡീവ്യൂഹം എന്നും നെർവസ് സിസ്റ്റം എന്നും ന്യൂറോണുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ന്യൂറോണുകൾക്ക് അകത്ത് 2 ന്യൂറോണുകൾ തമ്മിൽ കൂട്ടിയിരിക്കുന്ന ഭാഗത്ത് സിനാപ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ സിനാപ്സ് ഏതാണ്ട് നിങ്ങൾക്ക് ഒരു റബ്ബർ ബുഷ് പോലെ കൂടെ മനസ്സിലാക്കാം. തൽക്കാലത്തേക്ക് അങ്ങനെ മനസ്സിലാക്കുക. ഈ റബ്ബർ ബുഷ് നമ്മൾ എന്തിനാണ് 2 വസ്തുക്കൾ ഒരുമിച്ച് ചേർത്ത് മുറുക്കുന്ന സമയത്ത് അവയുടെ ഇടയിൽ ആ ഒരു കൃത്യമായി സീറ്റിംഗ് ആകാൻ വേണ്ടി റബ്ബർ ബുഷ് ഉപയോഗിക്കുന്നത്. ഈ റബ്ബർ ബുഷ് കുറെ ചൂടായി ഉരുകിയാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഇത് മുറുക്കാനും പറ്റില്ല, അല്ലെങ്കിൽ അഴിക്കാനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും. ഈ പരസ്പരം കൂട്ടിമുട്ടുന്ന ഭാഗത്ത് ഒരു റബ്ബർ ബുഷ് കൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റബ്ബർ ബുഷ് ഭയങ്കര കട്ടിയായാലും ഭയങ്കരമായിട്ട് ലൂസ് ആയാലും പ്രശ്നമാണ്. ഈ ജീവിതത്തില് പശ്ചിമ കൂടിയ ആളുകളുണ്ട്. പശ്ചിമ കൂടിയ ആളുകൾക്ക് എന്താന്ന് വെച്ചാൽ ഈ റബ്ബർ ബുഷിന്റെ എന്താ പറയാ ആ ഒട്ടല് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു സാധനത്തെ പിടിച്ചു കഴിഞ്ഞാൽ വിടൂല. അതിൽ തന്നെ അങ്ങനെ മുറുകി ഇങ്ങനെ ഇരിക്കും. ഒരു കാര്യത്തിൽ ഒരു ഫീലിംഗ് ഉണ്ടായി, പെട്ടെന്ന് വിടൂല. പെട്ടെന്ന് ഒന്ന് ചൂടായി, ദേഷ്യം വന്നു, അത് വിടൂല. നമ്മളത് പിടിച്ചോണ്ടിരിക്കും. ഒരു ശീലമുണ്ട്, ആ ശീലം വിടൂല. നമ്മളതിൽ പിടിച്ചോണ്ടിരിക്കും. പിന്നെ എങ്ങനെ മാറാൻ കഴിയും? വേറെ ഒരു കൂട്ടരുണ്ട് കേട്ടോ. ഈ റബ്ബർ ബുഷ് ഇങ്ങനെ വർക്ക് ചെയ്ത് കുറെ പോകുന്ന സമയത്ത് കട്ടിയാവുമല്ലോ, അതുപോലെ ഒരു സാഹചര്യം ആയിരിക്കും, അതുപോലൊരു അവസ്ഥയായിരിക്കും അവരുടെ ശരീരത്തിന്. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ഈ ടയറും റോഡും തമ്മിൽ മുട്ടുന്നതിന് ഒരു പ്രത്യേക അനുപാതം ഉണ്ടല്ലേ, ഒരു പ്രത്യേക മർദ്ദം ടയറിൽ ഉണ്ടാവും. എന്നാലേ ടയറിൽ ഗ്രിപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ കറക്റ്റായിട്ട് വാഹനം അവിടെ നിൽക്കുക, കൃത്യമായ മൈലേജ് ഉണ്ടാവും. അങ്ങനെ ഒരു കണക്കുണ്ടല്ലോ. അതേസമയം ടയറിൽ കാറ്റ് വളരെയധികം കൂടുകയും ഈ തൃശ്ശൂർ എറണാകുളം ഹൈവേയുടെ റോഡ് പോലെ മൊത്തം പ്ലാസ്റ്റിക് ഇട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ വണ്ടി വല്ല വഴിക്കും പോകുന്ന രീതിയിൽ ആവുകയും ചെയ്താൽ എന്ത് ചെയ്യും? ഒട്ടലുണ്ടാവില്ല, വഴിക്ക് അങ്ങ് പോകും, മൂക്കും കുത്തി താഴെ വീഴും, വണ്ടികളാണെങ്കിൽ മറിഞ്ഞു പോകും. ഈ വിഭാഗവും കുറച്ചു പേരുണ്ട്. ഒരു സാധനത്തിലും നിൽക്കൂല. ഒരു ശീലം ഉണ്ടെങ്കിൽ അതിന് നിൽക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കൂട്ടരുടെ പ്രശ്നം. രണ്ടാമത്തെ കൂട്ടരുടെ പ്രശ്നം വെച്ചാൽ ശീലം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കൂല, ശീലിക്കൂല. ഒരു കാര്യം ഒരു ദിവസം ചെയ്യും, പിന്നൊരു കാര്യം പിന്നൊരു ദിവസം ചെയ്യും, മറ്റൊരു കാര്യം മറ്റൊരു ദിവസം ചെയ്യും. മാറിക്കൊണ്ടേയിരിക്കും. ഇവരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്താ പറയുക? അവർ ബുദ്ധിയുടെ വ്യായാമം കൂടുതൽ ചെയ്യുന്നവരായിരിക്കും, ബൗദ്ധികമായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നവരായിരിക്കും. നമ്മൾ അതുകൊണ്ട് തന്നെ അവരെ ലൊജീഷ്യൻസ് എന്നാണ് പറയുക. ആദ്യത്തെ ആളുകള് ലോജിക് അല്ല ഉണ്ടാവുക, അവർ താളാത്മകമായി ഒഴുകിക്കൊണ്ടിരിക്കും. താളത്തിൽ അവരുടെ ഒരു താളമുണ്ട്, താളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ താളാത്മകമായി ഒഴുകുന്നവരെ റിഥമീഷ്യൻസ് എന്ന് പറയും. റിഥമിക് ആയിട്ടുള്ള ആളുകൾ, ലൊജീഷ്യൻസ് ആൻഡ് റിഥമീഷ്യൻസ്. ഓക്കെ, അപ്പോ ഈ റിഥം എന്ന് പറയുന്നത് താളം, കാര്യങ്ങളിൽ ഒട്ടലുള്ളവര്, മതപരമായ യാഥാസ്ഥിതികത്വമുള്ളവര്, കുടുംബപരമായ യാഥാസ്ഥിതികത്വമുള്ളവര്, വിദ്യാഭ്യാസപരമായ യാഥാസ്ഥിതികത്വമുള്ളവരൊക്കെ തന്നെ ഈ വിഭാഗത്തിൽപ്പെടും. എല്ലാത്തിനും ബുദ്ധി കൊണ്ട് നിരൂപിച്ച് പോകുന്ന ആളുകളൊക്കെ തന്നെ ഈ ലൊജീഷ്യൻസ് എന്നുള്ള വിഭാഗത്തിൽപ്പെടും. ഇതിൽ രണ്ട് കൂട്ടരുടെ ഒരു പ്രത്യേകത വെച്ചാല് 2 കൂട്ടർക്കും അവരുടെ ആ സ്ഥിതിമാറ്റം എന്ന കാര്യമുണ്ടല്ലോ, സ്ഥിതിമാറ്റം എന്നുള്ള ആ ഒരു അവസ്ഥ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. ആദ്യത്തെ കൂട്ടർക്ക് ഉള്ളടം വിടാൻ കഴിയില്ല. രണ്ടാമത്തെ കൂട്ടർ പുതിയൊരിടത്ത് ചെന്നാൽ അവിടെ നിൽക്കൂല, പിന്നെന്ത് ചെയ്യും? അപ്പൊ ഇത് പൊതുവെയുള്ള സ്വഭാവമാണ്. പക്ഷേ എല്ലാവരും എന്താ പറയാ, ഇങ്ങനെ ഒരിടത്ത് നിൽക്കാത്തവരോ വഴിമാറിയെടുത്ത് നിൽക്കാത്തവരോ ഒന്നുമല്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഊന്നുവടി നമുക്കുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരും. എല്ലാവർക്കും പൂർണ്ണമായിട്ടും മാറാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലാക്കാം. ഞാന് 1981 ഞങ്ങളുടെ കുട്ടികളുടെ സയൻസ് ക്ലബ് എന്നുള്ള രൂപത്തിൽ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എനിക്ക് 9 വയസ്സ്.
ഒന്ന് എന്റെ കൂട്ടുകാരെ കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 43 വർഷമായി, 42 വർഷമായി. ഞാൻ നോക്കുമ്പോ അല്ലെങ്കിൽ ഞങ്ങൾ നോക്കുമ്പോ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ആളുകൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ വിചാരിച്ചു അവർക്ക് വേണ്ടി നമ്മൾ ജീവിതം മാറ്റിവെക്കാം. അത് ഞങ്ങൾ ജീവിതം മാറ്റിവെച്ചു. ഞങ്ങൾ ചിലരൊക്കെ ജീവിതം മാറ്റിവെച്ചു, ബാക്കിയുള്ളവരൊക്കെ പല വഴിക്കും പോയി. ആ മാറ്റിവെച്ചതിൽ കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പൊ ജീവിച്ചിരിക്കുള്ളൂ, ബാക്കി ചിലരൊക്കെ മരിച്ചും പോയി. അപ്പോ ഇപ്പൊ ഞാനൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോ ഞങ്ങൾ വിചാരിച്ചു ആളുകളെയൊക്കെ മാറ്റിക്കളെ, ലോകത്തെ മാറ്റാം. അതിന് ഞങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കോ വില്ലേജ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കാലം ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായത്, നമുക്ക് ഒരാളെയും മാറ്റാൻ പറ്റൂല എന്ന്. ഞാൻ കുറെ അഡ്വൈസ് ചെയ്തിട്ട്, ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഈ ആളുകൾക്കൊക്കെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് എന്റെ വിവരക്കേടാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാലം എടുത്തു. മാറാൻ തോന്നണമെങ്കിൽ അത് അവനവന് തോന്നണം. മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അവനവൻ പരിശ്രമിക്കണം. മാറ്റം ഉൾക്കൊള്ളണമെങ്കിലും മാറ്റം ക്യാരി ചെയ്ത് സ്വീകരിക്കണമെങ്കിൽ അവനവന് സാധിക്കണം. വേറൊരാൾക്ക് ഇത് പ്രദാനം ചെയ്യാൻ കഴിയില്ല. കാരണം പ്രകൃതിയുടെ ഡിസൈൻ അങ്ങനെയാണ്. ഇതും പ്രകൃതിയും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ നമുക്ക് ചോദിക്കാട്ടോ, അതിലേക്ക് വരാം. അപ്പൊ എന്താണെങ്കിലും മാറ്റം എന്ന് പറയുന്ന ഒരു സംഭവം മല മറിക്കുന്ന പോലെ പലർക്കും തോന്നുന്നത് ഒന്നുകിൽ മറിക്കാൻ പറ്റാതെ വരുന്നു, മറ്റൊരാള് എന്റെ മാറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു, മറ്റൊരാൾ വന്ന് എന്നെ സഹായിക്കും, എന്നെ ഗൈഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു, അവനവനായിട്ടൊന്നും ചെയ്യൂല. ഞാൻ മനസ്സിലാക്കിയത് എന്താ, ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, അവനവനെ മാറാൻ കഴിയുള്ളൂ എന്ന്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, മറ്റാരെങ്കിലും വന്ന് നമ്മളെ കുത്തി തോണ്ടി അപ്പുറത്ത് കടത്തി വിടുന്നു. ഒരുത്തനും വരൂല ജീവിതത്തിൽ. നിങ്ങളെ മാറ്റാൻ നിങ്ങളല്ലാതെ ലോകത്തൊരാളുണ്ടാവില്ല. പിന്നെ എന്റെയും എന്നെ പോലുള്ള ആളുകളുടെയും ഒക്കെ പ്രസക്തി എന്താണ്? നമ്മളെ ഈ മലയിലൊക്കെ നിങ്ങൾ എല്ലാവരും കയറിയിട്ടുണ്ടാവുന്നതാണ് എന്റെ വിചാരം. അപ്പോ ഒന്ന് കാണാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൻപുറത്ത് ഏതെങ്കിലും ബന്ധു വീട്ടിൽ പോണ സമയത്ത് അവിടെയുള്ള അടുത്തുള്ള ഒരു കുന്നിന്റെ മണ്ടയ്ക്കൊക്കെ കയറിയിട്ട് ചെറുപ്പകാലത്തൊക്കെ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കയറ്റം കഴിഞ്ഞ് ഇറങ്ങുമല്ലോ. കയറുമ്പോഴേക്കും ഒരുവിധം ക്ഷീണമായിട്ടുണ്ടാവും, മുട്ടൊക്കെ ഇടിച്ചിട്ട് ഒരു പരിവായിട്ടുണ്ടാവും. തിരിച്ചിറങ്ങുന്ന സമയത്ത് മുട്ടിന്റെ എല്ലുകൾ ഇങ്ങനെ കൂട്ടിയിടിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോ പെയിനൊക്കെ തോന്നുന്ന സമയത്ത് കുത്തനെയുള്ള ഇറക്കം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നും അടുത്ത് ഏതെങ്കിലും ചെറിയ ചുള്ളിക്കമ്പിൽ പിടിക്കാം എന്ന്. വലിയ കമ്പൊക്കെ വേണം, വലിയ മരമൊക്കെ വേണമെന്ന് തോന്നിയാലും അപ്പൊ കിട്ടുന്ന ഒരു പുല്ലായിരിക്കും, ഒരു പുല്ലിന്റെ പിടുത്തായിരിക്കും. ആ പുല്ലിന്റെ പിടുത്തം മതി നിങ്ങളുടെ ബാലൻസ് കളയാതെ നിങ്ങളെ താഴെ എത്തിക്കാം. അവിടെ ഒരു വൻമരവോ അല്ലെങ്കിൽ താഴ്ന്ന മോള് വരെ ഒരു മുള കൊണ്ട് ഒരു സാധനം ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ചെറിയ പുല്ലുകൾ, ചെറിയ ചുള്ളിക്കമ്പുകൾ, ചെറിയ കരിയിലകൾ മതി താഴോട്ടിറങ്ങാൻ. പക്ഷെ ഒരു പിടുത്തം വേണം. അത് നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിടുത്തം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇതുപോലുള്ള യാത്രകൾ ചെയ്തു വന്നപ്പോഴൊന്നും പലപ്പോഴും ഇത്തരം പിടുത്തമൊന്നും കിട്ടിയിരുന്നില്ല. പലരോടും ചോദിക്കും. എന്റെ ഗുരു മണിയേട്ടനോട് ചോദിക്കുമ്പോൾ പോലും മണിയേട്ടനൊക്കെ പറയാൻ, നീ നിന്റെ അകത്തേക്ക് നോക്കടാന്ന്, നീ നിന്റെ അകത്തേക്ക് നോക്ക്, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, നീ നിന്റെ അകത്തേക്ക് നോക്കെന്ന് പറയും. ആ അദ്ദേഹത്തിന്റെ ആ പറത്തിലാണ് എന്നെ ഇപ്പൊ നിൽക്കുന്ന ഇടത്താക്കിയത്. അദ്ദേഹം അല്ലാതെ അദ്ദേഹം ഇങ്ങനെയൊരു വഴി എനിക്ക് കുറെ കാര്യങ്ങൾ തുറന്നു തന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം, ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായം ചെയ്തു തരാനോ ഈ പിടിവള്ളി ഇട്ട് തരാനോ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കുറെ പേർ എന്നാ പിന്നെ പിടിവള്ളി ആയേക്കാം, ഞങ്ങൾ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, പക്ഷെ പിടിവള്ളി ആയേക്കാം എന്ന് കരുതുന്നത്. അതാണ് എന്റെ റോൾ ഇവിടെ. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോ അല്ലെങ്കിൽ കയറി പോകുമ്പോ എങ്ങനെ പോകാം, ഞാൻ എങ്ങനെയാണ് പോയത് അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് പോയത് എന്ന് പറഞ്ഞു തരാമെന്നുള്ളതാണ് കാര്യം. അത്രയേ സാധിക്കൂ. ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഇനി മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് മാറേണ്ടത്? നിങ്ങൾ. എവിടെയാണ് മാറേണ്ടത്? നിങ്ങളിൽ. എങ്ങനെയാണ് മാറേണ്ടത് വരുമ്പോഴാണ് ഇപ്പൊ നിങ്ങൾക്ക് പലതരം ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് വെളിയിൽ നിന്നാണ്. നിങ്ങൾക്ക് പണം വേണം, പക്ഷെ സാമൂഹ്യ അവസ്ഥ ശരിയല്ല. സാമൂഹ്യ അവസ്ഥ ശരിയില്ലാത്തപ്പോ എനിക്ക് പണം കിട്ടില്ലല്ലോ. പിന്നെ എന്റെ ചുറ്റുപാടുള്ള ആളുകളൊന്നും സപ്പോർട്ട് ചെയ്യില്ല, എനിക്ക് വേണ്ട സൗകര്യങ്ങൾ കിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് ചുറ്റുപാടിന്റെ പ്രശ്നമാണെന്ന് നമ്മൾ പറയുന്നു. ചുറ്റുപാട് നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് അപ്പൊ നമുക്കറിയാം. പക്ഷെ ആ ചുറ്റുപാടിന്റെ കൺട്രോൾ എന്ന് പറയുന്ന സാധനം നമുക്കകത്താണ് എന്നതുകൂടെ മനസ്സിലാക്കുമ്പോഴാണ്
നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ സ്ഫുരണമാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുക. അത് മനസ്സിലാവണമെങ്കിൽ പരിസരവും ഞാനും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ്, പരിസരവും ഞാനും ചേർന്നതാണ് പ്രകൃതി എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ പോകണം. അപ്പോ പ്രകൃതി എന്ത് എന്നുള്ള ഒരു ആദ്യ ബോധ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്താ പ്രകൃതി? എവിടെയെങ്കിലും ഉള്ള മല, കുറച്ച് മരം, കുറെ പുഴ, കുറെ കടല്, കാട്, ഇതാണ് പ്രകൃതി. പ്രകൃതിക്കാണെങ്കിൽ നിങ്ങളിപ്പോ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വെക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തെറ്റി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഉപകരണമുണ്ടല്ലോ, അത് പ്രകൃതിയാണ് എന്ന് മനസ്സിലാക്കുക, അംഗീകരിക്കുക. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടറിയുന്ന, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന സർവ്വതും പ്രകൃതിയാണ്. പ്രകൃതി എന്ന് വെച്ചാൽ പ്രകർഷേണ കൃതമായത്, വിശേഷാൽ കൃതമായത്, വിശേഷാൽ രൂപപ്പെട്ടതാണ് പ്രകൃതി. അതിൽ നിന്ന് മാറി ഒന്നും ഇവിടെയില്ല. അപ്പൊ ഇതൊക്കെ പ്രകൃതി വിരുദ്ധമാണെന്ന് ചിലർ പറയും. ചിലരൊക്കെ പറയുന്ന സമയത്ത് പറയും ഇതൊക്കെ പ്രകൃതി വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഇത് പ്രകൃതിക്ക് ചേർന്നത്, പ്രകൃതിയിലുള്ളതല്ല. പ്രകൃതിയിലുള്ളതല്ലാതെ പിന്നെ പ്രപഞ്ചത്തിന്റെ വെളിയിൽ നിന്ന് വന്നതാണോ ഈ കാണുന്നതൊക്കെ? നിങ്ങൾ കൃത്രിമമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ശീലങ്ങൾ മാറ്റണം എന്ന് പറയുന്നു, നിങ്ങൾക്ക് അപജയങ്ങൾ ഉണ്ടെന്ന് പറയുന്നു, നിങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടെന്ന് പറയുന്നു, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു, ബന്ധങ്ങളിൽ അപാകങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം പ്രകൃതിക്ക് വെളിയിൽ നിന്നും വന്നതാണോ? അല്ല, ഇതെല്ലാം പ്രകൃതിയിലുള്ളത് തന്നെ. ഈ പ്രകൃതി എന്നുള്ള സാധനം തുടങ്ങുന്നത്, അവനവന്റെ പ്രകൃതി എന്നുള്ളത് തുടങ്ങുന്നത് അവനവനിൽ നിന്നാണ്. അവനവൻ അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി അവനവന്റെ ശരീരമാണ്, അവനവന്റെ മനസ്സാണ്, അവനവന്റെ ജീവനാണ്. അത് അവനവന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവനവന് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുന്നത് അവന്റെ പരിസരമാണ്, അവന്റെ ചുറ്റുപാട്. അതാണ് പ്രകൃതി. ഈ കാണുന്നതെല്ലാം പ്രകൃതിയാണ്. എല്ലാം ഈ നിങ്ങൾ മുമ്പിൽ കാണുന്ന ക്യാമറ, അതിന്റെ ലെൻസ്, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഉപകരണം, അതിലൂടെ കാണുന്ന ആളുകളെ, ഈ കേൾക്കുന്ന ശബ്ദം എന്ന് തുടങ്ങി നിങ്ങളുടെ ശ്വാസത്തിന്റെ നാദം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരത്തിന്റെ സ്പന്ദനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെല്ലാം പ്രകൃതിയാണ്. അപ്പോ ഇവിടെ പ്രപഞ്ചത്തിലുള്ള സർവ്വതും പ്രകൃതിയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് പ്രകൃതിയാണ് എന്നത് മനസ്സിലാക്കുക. ഈ പ്രകൃതിയുടെ ഏറ്റവും വിശേഷപ്പെട്ട സ്വഭാവമാണ് ജീവൻ എന്ന് പറയുന്നത്. ജീവൻ എന്താണ്? ജീവന്റെ താക്കോലും നടക്കുന്ന ഡോക്ടർമാരോട് ചോദിക്കുക എന്താണ് ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ ഒരു ടെക്നിക്കൽ ഒരു ഡേറ്റയും തരും. അതൊന്നുമല്ല ജീവൻ. അത് അല്ല എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ അതിന്റെ ഒരു ചർച്ചാ വേളയല്ല ഇത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. ജീവൻ എന്ന് പറയുന്നത് ഒരു സംവിധാനത്തിന്റെ സ്വയം നിയന്ത്രണ സംവിധാനമാണ്. ഒരു സൈക്കിള് സ്വയം നിയന്ത്രിക്കുമോ? ഇല്ല. അതിന്റെ മുകളിൽ നമ്മളിരുന്ന് ഇങ്ങനെ ചവിട്ടുകയും ഹാൻഡിൽ ബാർ കൊണ്ട് തിരിക്കുകയും വേണം. സ്വയം ദഹന യന്ത്രമായിട്ടുള്ള ഒരു ടൂ വീലർ, ബൈക്കിന്റെ മുകളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ അതിന് നേരാൻ വേണം പോകും. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അത് താഴെ പോകും. നമ്മളോ അങ്ങനെയാണോ? നമുക്ക് സ്വയം നിയന്ത്രണ സംവിധാനമുണ്ട്. സ്വയം സംഘാടനം ചെയ്യുകയും, അതായത് സെൽഫ് ഓർഗനൈസ് ചെയ്യുകയും, സ്വയം സംരക്ഷിക്കുകയും, അതായത് സെൽഫ് മെയിൻറ്റെയിൻ ചെയ്യുകയും, സ്വയം സംരക്ഷിക്കുകയും, സെൽഫ് പ്രൊട്ടക്ട് ചെയ്യുകയും, സ്വയം വംശീകരിക്കുക, അതായത് റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിനാണ് ജീവൻ എന്ന് പറയുക. ആ കേപ്പബിലിറ്റി, സ്വയം നിർദ്ധാരണം ചെയ്യാനുള്ള ശേഷിയുള്ളതിനെയാണ് ഈ എന്താ പറയുക ഒരു ജീവവസ്തു എന്ന് പറയുക. നിങ്ങൾ ജീവനുള്ളതാണോ ഒന്ന് നോക്കൂ, ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ജീവനുള്ളതാണോ? ജീവനുള്ള വസ്തുവിന്റെ പ്രത്യേകത എന്ന് പറയും. ജീവനുള്ള വസ്തു ഉറങ്ങിക്കിടക്കും, പക്ഷെ ഉറങ്ങി മാത്രം കിടക്കില്ല, അത് ഉണരുകയും ചെയ്യും. ഒരു വിത്ത് ഉറങ്ങിയാണ് കിടക്കുന്നത്, പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ അതിന് ഒരല്പം വെള്ളവും വെളിച്ചവും കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടൊരു മണ്ണിലേക്ക് ചെന്ന് വീണ് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് മുളയ്ക്കും. മുളച്ചു കഴിഞ്ഞാൽ അത് ചലനാത്മകമാണ്, നേരെ തല ഉയർത്തി നിൽക്കും. മണ്ണിൽ നിന്നും തലയുയർത്തി, മണ്ണ് ഇതിനെയെല്ലാം ആകർഷിക്കുന്ന സമയത്ത് അതിന് തലയുയർത്തി നിൽക്കും. ഏതുപോലെയാ? പമ്പരം പോലെ. പമ്പരം കണ്ടിട്ടുണ്ടോ? ടോപ്പ്. ആ പമ്പരത്തിന് നമ്മൾ ചാട്ടയിട്ട് കറക്കി നിങ്ങൾ മണ്ണിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങും. ഈ കറക്കത്തിന്റെ ഇടയിൽ ആ കറക്കം കൊണ്ട് തന്നെ അത് തറയിൽ നിന്നും തലയുയർത്തി നിൽക്കും. തറയ്ക്കെതിരെ, ഗുരുത്വത്തിനെതിരെ തലയുയർത്തി നിൽക്കും. ഗുരുത്വാകർഷണത്തിനെതിരെ തലയുയർത്തി നിൽക്കുമ്പോൾ നമ്മൾ ഇറങ്ങും ഗുരുത്വത്തിനെതിരാണ്. എതിരല്ല, ഗുരുത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചലനം കൊണ്ട് തലയുയർത്തി നിൽക്കുന്ന ഒരവസ്ഥ. അതാണ് ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിടുന്ന സമയത്ത് ഉണ്ടാകുന്നത്. മണ്ണിനോട് ചേർന്നാണ് നിൽക്കുന്നത്, പക്ഷെ ചലനം കൊണ്ട് അത് ഉണർന്നു നിൽക്കും. അല്ലാത്തപ്പോഴോ, ആ ചലനം നിന്ന് കഴിയുമ്പോഴോ
ചലനം നിന്ന് കഴിയുമ്പോൾ പമ്പരം അവിടെ വീണ് കിടക്കും. അപ്പോ പമ്പരം ഒരു ജഡവസ്തുവായി. നിങ്ങളുടെ ശരീരത്തിന്റെ ചലനം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താവും? ജഡമായി തീരും. നിങ്ങളുടെ ഉള്ളിലെ ചലനമാണ്, നിങ്ങളുടെ ഉള്ളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, പ്രാണനെന്നോ ജീവനെന്നോ ഒക്കെ പറയുന്ന എന്തോ ഒന്നുണ്ടല്ലോ, അതാണ് നിങ്ങളെ തലയുയർത്തി നിർത്തിക്കുന്നത്. അങ്ങനെ നിങ്ങളെ തലയുയർത്തി നിർത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്തോ അതാണ് ജൈവികത അഥവാ ജീവൻ. നിങ്ങളെ ചലിപ്പിക്കുന്നത് എന്തോ അതാണ് ജൈവികത. നിങ്ങൾ എവിടെയാ നിൽക്കുന്നത്? പ്രകൃതിയുടെ അകത്ത്. എവിടെയാ പ്രകൃതി? നമുക്കറിയാം പ്രപഞ്ചമാണ് ഏറ്റവും വലുതെന്ന്. ആ പ്രപഞ്ചത്തിന്റെ അകത്താണ് ഗാലക്സികളുള്ളത്. ഗാലക്സി ആകുന്ന ഒരു ഗാലക്സി അല്ലെങ്കിൽ പ്രപഞ്ചം എന്നൊരു വലിയ കൂടെടുത്ത് അതിന് കൂടിനകത്ത് കുറെ ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സി ഓരോ കൂടാണ്. അത് ഓരോ സൗരയൂഥങ്ങളെ തരുന്നുണ്ട്. ഓരോ സൗരയൂഥവും ഓരോ കൂടുകളാണ്. അതിനകത്ത് ഓരോ ഗ്രഹങ്ങളുണ്ട്. ഓരോ ഗ്രഹവും ഓരോ കൂടുകളാണ്. അതിന് ഭൂമി എന്നുള്ള കൂടിനകത്ത് പലതരം ജൈവ സമൂഹങ്ങളുണ്ട്. ആ ജൈവ സമൂഹങ്ങൾക്കകത്ത് മനുഷ്യ സമൂഹം എന്നുള്ളൊരു കൂടുണ്ട്. മനുഷ്യ സമൂഹം എന്നുള്ള കൂടിനകത്ത് മനുഷ്യൻ എന്ന കൂടുണ്ട്. അതിലെ ഒരു കൂടാണ് നിങ്ങൾ. ആ കൂടിനകത്താണ് നിങ്ങളുടെ അവയവമുള്ളത്. ആ അവയവത്തിനകത്താണ് നിങ്ങളുടെ കലകളുള്ളത്. കലകൾക്കകത്താണ്, കലകളാകുന്ന കൂടുകൾക്കകത്താണ് നിങ്ങളുടെ കോശങ്ങളുള്ളത്. കോശങ്ങൾക്കകത്താണ് കോശാന്തര ദ്രവങ്ങൾ ഉള്ളത്. അവിടെ മുതൽ ജീവനുണ്ട്. ഇതിൽ ഓരോന്നിനും ജീവനുണ്ട്. അതിൽ നിങ്ങളുടെ ജീവനെ നിങ്ങൾക്കറിയൂ, അല്ലെ? എന്താ ജീവൻ എന്ന് പറഞ്ഞത്? സ്വയം പ്രവർത്തിക്കാനുള്ള സംവിധാനം. അപ്പോ നിങ്ങളുടെ സ്വയം പ്രവർത്തിക്കാനുള്ള സംവിധാനത്തെ ഞാൻ ജൈവികത എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? തൽക്കാലത്തേക്ക് ഈ നമ്മുടെ മുകളിലുള്ള പല ഘട്ടങ്ങൾ കഴിഞ്ഞെങ്കിൽ നമ്മൾ തൊട്ടറിയുന്ന ഭൂമിയെ നമുക്ക് എടുക്കുക. ഭൂമിയാണ് പ്രകൃതി എന്ന് തൽക്കാലം എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഭൂമി എന്ന ഈ മഹാസംവിധാനത്തിന്റെ ഒരു ജീവനുണ്ടല്ലോ. ഈ ഓരോ ഘട്ടത്തിനും ജീവനുണ്ട്. കോശത്തിന് ജീവനുണ്ട്, കലയ്ക്ക് ജീവനുണ്ട്, അവയവത്തിന് ജീവനുണ്ട്, എനിക്ക് ജീവനുണ്ട്, ഞാൻ നിൽക്കുന്ന ഭൂമിക്ക് ജീവനുണ്ട്. ആ ഭൂമിയുടെ ജീവൻ എനിക്ക് എന്റെ സ്വയം പ്രവർത്തന സംവിധാനത്തെ ജൈവികത എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ജൈവികതയെ നമ്മൾ എന്ത് വിളിക്കണം? അതിജൈവികത എന്ന് വിളിക്കാം. അത് സാങ്കേതികമായി പറയുമ്പോൾ അതിജൈവികത എന്ന് പറയാം. ഇനി അഥവാ നിങ്ങളൊരു വിശ്വാസിയാണോ എങ്കിൽ നിങ്ങൾ അതിനെ ജൈവികത മാറ്റിട്ട് ദൈവികത എന്ന് വിളിച്ചു. അതാണ് ദൈവികത, ഇത് ജൈവികത. ആ ജൈവികതയുടെ ഒരു അംശമാണ് ഇത് എന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു കാര്യം വേണം, എന്തെങ്കിലും ഒരു കാര്യം വേണം. ഇപ്പൊ ഉദാഹരണത്തിന് എപ്പോഴും പറയുന്നൊരു ഉദാഹരണം, പുറം ചൊറിയണം. പുറത്ത് ഒരു ചൊറിച്ചിൽ വന്നു, പുറം ഒന്ന് ചെറിയണം, ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യണം. നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ കൈയോട് പറയുന്നു, കയ്യെ എന്റെ പുറം ചൊറിയുന്നു. നിങ്ങൾക്ക് പുറം ചൊറിയുന്ന സമയത്ത് നിങ്ങൾ ആരും കൈ ഉണ്ടാക്കാൻ പോകാറില്ലല്ലോ. കൈ ഓൾറെഡി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഇന്ന് പുറം ചെറിയുമെന്ന് അറിയാവുന്നത് കൊണ്ട് പ്രകൃതി നേരത്തെ തന്നെ നിങ്ങൾക്ക് കൈ തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണേ. നിങ്ങൾക്ക് ഇന്ന് കൈ വേണ്ടി വരും എന്നുള്ളത് കൊണ്ട് പ്രകൃതി നിങ്ങൾക്ക് ഓൾറെഡി കൈ തന്നിട്ടുണ്ട്. ആ കൈയോട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി, കൈയെ പുറം ചൊറിയൂന്ന്. കൈ പോയി പുറം ചൊറിയും. അപ്പോ നിങ്ങളുടെ ഒരു നിർദ്ദേശം നിങ്ങളുടെ കൈയോട് നിങ്ങൾ ആവശ്യപ്പെടുന്നു, കൈ വിരലിനോട് ആവശ്യപ്പെടുന്നു. വിരല് മടങ്ങുന്നു, ചില ഭാഗം മടങ്ങുന്നു, ചില ഭാഗം നിവരുന്നു. അങ്ങനെ ആ എന്നിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ എന്റെ കൈ അതിനനുസരിച്ച് പ്രവർത്തിച്ച് ഈ പുറം ചൊറിയൽ എന്നുള്ള പ്രക്രിയയിലേക്ക് ചെല്ലും. ചില വിദ്വാന്മാരുണ്ട് നേരിട്ട് പുറം ചൊറിയില്ല, ഒരു പെൻസിൽ എടുക്കും എന്നിട്ട് പുറത്തിട്ട് മാന്തും. എന്നെ പോലുള്ള ചില വിദ്വാന്മാരുണ്ട്. ഞാൻ പറയും, ഞാൻ ഇത്തിരി തിരക്കിലാണ്, ദർശ ഒന്ന് പുറം ചൊറിഞ്ഞതാണ്, ഞാൻ വേറെ വല്ലതും അപ്പോയിന്റ് ചെയ്യും അതിന്. അപ്പൊ എന്തായി? നമുക്ക് കിട്ടിയ ഒരു ധർമ്മം, നമുക്ക് ചെയ്യാൻ തോന്നിയ ഒരു കാര്യത്തെ നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മുടെ അവയവത്തെ ഏൽപ്പിക്കും. നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തെ ഏൽപ്പിക്കും. അത് ഈ ദർശൻ എന്ന അവയവത്തെ, ദർശൻ ഇപ്പൊ സ്ക്രീനിലുണ്ട്, തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്കാരനാണെന്ന് പറഞ്ഞല്ലോ, ആ ദർശന്റെ കാര്യമാണ് പറഞ്ഞത്. ദർശൻ ഇപ്പൊ സ്ക്രീനിലുണ്ട്. ദർശൻ ഒരു അവയവമാണെന്ന് ഞാൻ പറയാം. അത് എങ്ങനെയെന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. അത് തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ, ആ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ അലയടിക്കട്ടെ. അപ്പോ ദർശൻ എന്ന അവയവമാണെങ്കിൽ ശരി, എന്റെ കൈ എന്ന അവയവമാണെങ്കിൽ ശരി, ഈ അവയവം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ചൊറിയുന്നത്. അപ്പോ എന്റെ ഒരു ആവശ്യം എന്റെ അവയവത്തോട് പറഞ്ഞു, അവയവം കലയോട് പറഞ്ഞു, കല കോശത്തോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. ഈ പ്രവർത്തനം നടക്കേണ്ടി വരുന്നുള്ളത് കൊണ്ടാണ് എന്റെ അവയവം, എന്റെ ശരീരം ഉണ്ടായ കാലത്ത് തന്നെ അതിനൊപ്പം കൈ ഉണ്ടാക്കി വെച്ചത്, അതിനൊപ്പം തന്നെ
കോശങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അപ്പോ ഞാന് കയ്യ് അതിനകത്തെ കലകള്, അതിലെ പേശികള്, അതിനകത്തെ കോശങ്ങൾ, ഇവയെല്ലാം തന്നെ ഒരു പ്രത്യേക അറേഞ്ച്മെന്റ് ആണ്. ഇതേപോലൊരു അറേഞ്ച്മെന്റ് കുറച്ചുകൂടെ എക്സ്റ്റൻഡ് പ്രശ്നമാണ്. ഭൂമിക്കകത്ത് ഭൂമിയുടെ അറേഞ്ച്മെന്റുകളാണ് നമ്മളൊക്കെ. നമ്മളെല്ലാവരും തമ്മിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഭൂമി എന്നുള്ള ജീവി ശരിയാം വിധം നിൽക്കുന്നത്. അതുപോലെയാണ് ഞാൻ നിൽക്കുന്നത്, എന്റെ അകത്ത് അവയവങ്ങൾ നിൽക്കുന്നത്. അപ്പൊ എന്റെ ആവശ്യത്തിനനുസരിച്ച് എന്റെ അവയവങ്ങൾ വർക്ക് ചെയ്യും, അവയവത്തിനനുസരിച്ച് കലകൾ വർക്ക് ചെയ്യും, കലകൾക്കനുസരിച്ച് കോശങ്ങൾ വർക്ക് ചെയ്യും. കോശങ്ങൾ വർക്ക് ചെയ്തപ്പോൾ കോശത്തിന് തേയ്മാനം വരും. ഈ കോശത്തിന് തേയ്മാനം വരുന്ന സമയത്ത് കോശത്തിന് അത് ഈ സ്വയം നിയന്ത്രിക്കുന്ന സാധനമാണല്ലോ, സ്വയം പരിചരിക്കുന്ന സാധനമാണല്ലോ ജീവൻ. അപ്പോ കോശങ്ങൾ തേയുന്ന സമയത്ത് കോശങ്ങളെ പുനർ സൃഷ്ടിക്കാൻ ശരീരത്തിന് തോന്നും, കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കും. അപ്പോ ശരീരത്തിന് പോഷകങ്ങൾ വേണ്ടിവരും. ഈ തേഞ്ഞ കോശങ്ങളൊക്കെ മാറ്റിയിടണം, അതിന് പോഷകങ്ങൾ വേണ്ടിവരും. പോഷകങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ചുറ്റും എവിടെയൊക്കെ ഉള്ളത് വെച്ചാൽ അവിടെ നിന്ന് എടുക്കും. ചുറ്റും എടുക്കുന്നത് കിട്ടുന്നില്ല, അത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന്റെ ഉപരി വ്യവസ്ഥയോട് ചോദിക്കും. കോശം ആരോടാ ചോദിക്കുക? കലയോട് ചോദിക്കും. കല അതിന്റെ ചുറ്റുപാടും കരുതിയിട്ടുള്ളത് കൊടുത്തു കഴിയുമ്പോൾ കല അതിന്റെ മുകളിലുള്ള സാധനത്തോട് ചോദിക്കും. ആരോടാ? അവയവത്തോട് ചോദിക്കും, വയറിനോട് ചോദിക്കും. വയറിന്റെ അവയവമാണല്ലോ. അവയവം അതിന് കൊടുക്കേണ്ട സംഭവങ്ങളാകുമ്പോൾ അതിന്റെ മുകളിലുള്ള കൂടിനോട് ചോദിക്കും. ആരാ? ഞാൻ. എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കും, അതാ എനിക്ക് വിശക്കുന്നു. ഈ താഴ്ന്നുള്ള ചോദ്യമാണ്. താഴ്ന്നുള്ള ചോദ്യത്തെ ചോദന എന്നാണ് പറയുക. ആ ചോദനയായിട്ട് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് വന്ന ഒരു സംഭവത്തെ ഞാൻ മനസ്സിലാക്കുക വിശപ്പ് എന്നാണ്. എനിക്ക് വിശപ്പ് വന്നാൽ ഞാൻ വെറുതെ ഇരിക്കും. ഞാൻ അടുത്ത് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഗ്രാബ് ചെയ്ത് തിന്നും. ഈ ഗ്രാബ് ചെയ്യാൻ ഇങ്ങനെ ഈ ആക്രാന്തം കാണിച്ചിട്ട് അവിടെ നിന്ന് എടുത്ത് തിന്നാനുണ്ടല്ലോ, ആ ശ്രമം ശരിക്കും പറഞ്ഞാൽ ഇതിന് നടത്തേണ്ട കാര്യമുണ്ടോ? നമുക്കൊരു സാധനം വേണമെന്ന് വിചാരിച്ചാൽ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. കോശത്തിന് വേണം തോന്നിയപ്പോ കല കൊടുത്തു, കലയ്ക്ക് വേണം തോന്നുമ്പോ അവയവം കൊടുത്തു, അവയവത്തിന് വേണം തോന്നുമ്പോ ഞാൻ കൊടുക്കും. അപ്പൊ എനിക്ക് വേണമെന്ന് തോന്നുമ്പോ എനിക്ക് വെളിയിലുള്ള പ്രകൃതി തരില്ലേ? എന്റെ കൈക്ക് നല്ലൊരു അടി കിട്ടി. എന്റെ കൈക്ക് നല്ലൊരു അടി കിട്ടി. അടി കിട്ടിയിരിക്കുന്ന സമയത്ത് എനിക്ക് പുറം ചൊല്ലാൻ തോന്നി, പുറത്ത് ചൊറിച്ചിൽ വന്നു. കൈ പൊക്കാൻ നോക്കിയപ്പോ എന്റെ അമ്മൂ അസഹ്യമായ വേദന, അത് പൊക്കാൻ വയ്യ. ചിലപ്പോ പൊക്കണം ആഗ്രഹമുണ്ട്, പൊങ്ങൂല. കാരണം അടി കിട്ടിയിരിക്കുക. ആ കമ്മ്യൂണിക്കേഷൻ നിന്നിരിക്കുക. ഞാനും അവയവവും കലകളും കോശങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയിരിക്കുകയാണ്. ബ്രേക്ക് ആയിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഇത് വർക്കാവില്ല. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കുറെ നേരം ഒരിടത്ത് ഇങ്ങനെ ഇരുന്നു. ഇപ്പൊ എന്നെ പോലെ ഒരു മഹത് വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഒരു മധുര പ്രഭാഷണമായിട്ട് ഇരിക്കുകയാണ്. നിങ്ങളതിങ്ങനെ കേട്ടിട്ട് അങ്ങനെയുണ്ട്. ചിലരൊക്കെ എന്റെ ക്ലാസ്സുകൾ കേട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്തിനാ അന്തം വിടുന്നത് എനിക്കിനിയും മനസ്സിലായിട്ടില്ല. എങ്കിലും ചിലർ അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആരെയാണെന്ന് നല്ല പരിചയമുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഓക്കെ. അപ്പോ ഈ അന്തം വിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ കൈയും കാലും ഒക്കെ സ്റ്റക്കാവും, തരിച്ചു പോകും. എന്താ കാര്യം? ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് ഈ പല ഭാഗവും ബ്ലോക്കായിട്ടാണ് ഇത് ആവുന്നത്. ഈ രക്തസംക്രമണം ഒഴിവായി കഴിഞ്ഞാൽ, ശരിയായ നെർവസ് സിസ്റ്റത്തിൽ കൂടെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഞാൻ വിചാരിക്കുന്ന കാര്യം കൈക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് നടക്കണം തോന്നി, നമ്മൾ കുറെ നേരം ചമ്രം പഠിച്ചിരുന്നു, എന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ തോന്നി, നടക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കുറെ നേരത്തേക്ക് നമ്മൾ കാലൊക്കെ നിവർത്തി രക്തഓട്ടം ശരിയാക്കാനായിട്ട് നിന്ന് കൊടുക്കേണ്ടി വരും, എന്നിട്ട് നടക്കുള്ളൂ. അതായത് എന്റെ ശരീരവും അവയവവും കലയും കോശവും തമ്മിലുള്ള ആ ബന്ധമുണ്ടല്ലോ, ആ ഒരു സുതാര്യ ബന്ധമുണ്ടല്ലോ, ആ ബന്ധം നേരാമണ്ണം ആയിരിക്കുമ്പോൾ മാത്രമേ ഓക്കെ സീമാജി അങ്ങനെ ആ ബന്ധം കറക്റ്റ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് എന്റെ വിരലിനെ കൊണ്ടൊരു പണിയെടുപ്പിക്കാൻ പറ്റും. എനിക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എവിടെയെങ്കിലും കൈക്ക് തരിപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ബന്ധം അങ്ങ് നടക്കൂലല്ലോ. നടക്കൂ? എനിക്കിത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇവിടെ നിന്നുള്ള ആ ഒരു കമാൻഡ് വിരൽ വരെ എത്തില്ല. അതേപോലെ തന്നെ വിരലിൽ ഒരു സെൻസേഷൻ ഉണ്ടായാൽ എന്നിലേക്ക് എത്തണമെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവണ്ടേ? അപ്പോ ശരീരത്തിന് വിശപ്പ്, എന്റെ വയറിന് ആ വിശപ്പിന്റെ ഒരു പ്രോസസ്സിലേക്ക് എത്തണം. ആ സമയത്ത് വിശക്കുന്നു എന്ന് എനിക്ക് തോന്നി തുടങ്ങുന്ന സമയത്ത് ഒരു നല്ല മൂർഖൻ പാമ്പ് മുമ്പിൽ കൂടെ പോയി, അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ആക്സിഡന്റിലായി എന്നൊരു അറിയിപ്പ് കിട്ടി, വിശപ്പ് അവിടെ പോകും.
ഈ ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്ലോക്ക് ആവും. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ തോന്നില്ല. കൊടുത്തു കഴിഞ്ഞാലും അത് അവിടേക്ക് അതിനപ്പുറത്തേക്ക് പോവില്ല, അത് അവിടെ ബ്ലോക്ക് ആവും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഞാൻ മുതൽ എന്റെ കോശങ്ങൾ വരെയുള്ള ആ ഒരു സുതാര്യ ക്രമമുണ്ടല്ലോ, ആ ക്രമമായിരിക്കുമ്പോ, സുതാര്യമായിരിക്കുമ്പോ, ട്രാൻസ്പാരന്റ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള സന്ദേശം അവിടേക്ക് പോവുകയും അവിടെ നിന്നുള്ള സന്ദേശം ഇവിടേക്ക് വരികയും ചെയ്യും. അതിലെവിടെയെങ്കിലും ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സന്ദേശം നടക്കില്ല. ഇനി വീണ്ടും കോശങ്ങൾക്ക് പോഷകം വേണം, കലകളോട് ചോദിച്ചു. കലയ്ക്ക് പോഷകം വേണം, അവയവത്തോട് ചോദിച്ചു. അവയവത്തിന് പോഷകം വേണം, എന്നോട് ചോദിച്ചു. എനിക്ക് പോഷകം വേണം, ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ചുറ്റുമുള്ള പ്രകൃതിയോട് ചോദിക്കുന്നു. ചോദിച്ചാൽ ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. എങ്ങനെ ചോദിക്കും? ആരോട് ചോദിക്കും? ചോദിച്ചാൽ ആര് തരും എന്ന് ഞാൻ ആലോചിച്ചാലോ? ഞാൻ യുക്തികൾ കൊണ്ട് അതിനെ നിറയ്ക്കുക. ഞാൻ ചോദിച്ചാൽ ആര് തരും? എനിക്ക് തരാൻ ആരെങ്കിലും ഉണ്ടാകുമോ? ലോകത്തെവിടെ പട്ടിണിയുള്ളത്? ചോദിക്കാൻ മടിക്കുന്നവരുടെ മുന്നിൽ. ഭക്ഷ്യവിതരണക്രമത്തിൽ പ്രശ്നമുണ്ടെന്നുള്ള സത്യം. പക്ഷെ ഭക്ഷണം കിട്ടാതെ ആരാ മരിക്കുക? ഭക്ഷണം കിട്ടാൻ ഇവിടെ ഒരു മാർഗമുണ്ട്, ഉറപ്പായിട്ടും മാർഗമുണ്ട്. ഇപ്പൊ മനുഷ്യനുണ്ടാക്കിയ കൃത്രിമമായിട്ടുള്ള പൊതുവിതരണ സംവിധാനത്തിനകത്ത് ഒരാൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കുന്നു. അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു, മറ്റൊരു മനുഷ്യനെ കണ്ടിട്ട് എനിക്ക് അല്പം ഭക്ഷണം തരൂ എന്ന് ചോദിച്ചാൽ ഭക്ഷണം കിട്ടില്ലേ? കിട്ടും. എന്നിട്ടും മരിക്കുന്നുവെങ്കിൽ അവിടെ വേറെന്തോ ആണ് പ്രശ്നം. ഇവിടെ പട്ടിണി മരണം സംഭവിക്കുന്നില്ല. പ്രകൃതിയുടെ ഈ വിതരണ സംവിധാനം ഉണ്ടല്ലോ, പ്രകൃതിയുടെ വിതരണ സംവിധാനം ശരിയാം വിധം നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൈയുടെ തരിപ്പ് വന്നതുപോലെ ഞാനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് ഒരു തരിപ്പ് വന്നാൽ ഈ സംഭവം ബ്ലോക്ക് ആവും. എനിക്ക് വേണ്ടത് പ്രകൃതി തരൂല. പ്രകൃതി തരാണ്ടല്ല, പ്രകൃതി തരില്ലാന്ന് തീരുമാനിച്ചിട്ടല്ല. ഞാൻ എന്റെ പുറം ചൊറിയേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ കൈ വഴങ്ങാത്തത് എനിക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് നടന്നു പോകണം എന്ന് വിചാരിച്ചിട്ട് നടക്കാൻ പറ്റാത്തത് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, ഇത് തരിച്ചു പോകുന്നതാണ്. നമ്മൾ നമ്മുടെ ചിന്തയിൽ ഒരുപാട് യുക്തികൾ കയറ്റിയിട്ടിട്ട് ഇതെല്ലാം ഞാൻ ചെയ്യേണ്ടതാണ്, പ്രകൃതിയല്ല സംവിധാനം, ഞാനാണ് രാജാവ്, ഞാനാണ് മനുഷ്യൻ എന്നുള്ള ഈ ഒരു സംവിധാനത്തിനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുക എന്ന് വിചാരിച്ചാൽ, എന്ന് തോന്നിയാൽ സ്വാഭാവികമായിട്ടും നമ്മളും പ്രകൃതി തമ്മിലുള്ള ആ ഒരു ദൂരം കൂടും. നമ്മളും പ്രകൃതി തമ്മിലുള്ള ബന്ധം ഇല്ലാണ്ടാവും. ഈ പ്രകൃതി എന്നുള്ളതിന് വിശ്വാസികൾക്ക് ഈശ്വരൻ എന്ന് വിചാരിക്കാട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിച്ചോളൂ, ഈശ്വരൻ എന്ന് വിചാരിച്ചോളൂ. നമ്മളും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ വിച്ഛേദിച്ചു കഴിഞ്ഞാൽ ഈശ്വരന് നമുക്ക് വേണ്ടത് തരാൻ കഴിയില്ല. നമ്മളും ഈശ്വരനും അല്ലെങ്കിൽ നമ്മളും പ്രകൃതി തമ്മിലുള്ള ബന്ധത്തെ സുതാര്യമായി നിലനിർത്തിയാൽ നമുക്കത് നേടാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ബൃഹത് സംവിധാനം നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ ഇപ്പോ ഈ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള പ്രിയപ്പെട്ട ഒരാൾ, നിങ്ങളെ അറിയുന്ന ഒരാൾ, അയാൾ കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് അയാൾ നിങ്ങളെ ഒന്ന് വിളിക്കണം എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ മനസ്സിലൊന്ന് കുറിച്ചിടും. അയാൾ നിങ്ങളെ ഒന്ന് വിളിക്കണമെന്ന്. വിളിച്ചിട്ട് കുറച്ചായി, അതിന് കാരണം നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ അറിയില്ല, പക്ഷെ വിളിച്ചിട്ട് കുറച്ചായി. അയാളെ ഒന്ന് വിളിക്കണമെന്ന്. പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യല്ല വേണ്ടത്, അനുഭവിക്കാൻ വേണ്ടി ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് അയാളുടെ വിളി വരുന്നുണ്ടോ ഇല്ലയോ ഒന്ന് പരിശോധിച്ചു നോക്കും. ജോളി ചേച്ചി ഇത് കഴിയുമ്പോ പറയും, ഞാൻ 2 പേരുടെ കാര്യം വിചാരിച്ചു, അല്ല 5 പേരുടെ കാര്യം വിചാരിച്ചു, അപ്പോ 5 പേരും എന്നെ വിളിച്ചു എന്ന് ജോളി ചേച്ചി നാളെ രാവിലെ എഴുതിട്ട് പറയും. കാരണം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചി ഇത് കണക്റ്റഡ് ആണ്. ചേച്ചി ആ ഈശ്വരീയ എന്നുള്ള അവസ്ഥയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ്. അത് റെഗുലർ പ്രാക്ടീസ് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പറയുന്ന ഇത്തരം എല്ലാ സാധനങ്ങളും ചേച്ചി പരീക്ഷിക്കുകയും ചെയ്യും, ചേച്ചിക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെ ഇരിക്കുന്ന പലർക്കും അത്തരം റിസൾട്ടുകൾ കിട്ടുന്നവരാണ്. എന്തുകൊണ്ടാണ്? നമ്മളും പ്രകൃതി തമ്മിൽ അങ്ങനെ ഒരു സുതാര്യ ബന്ധമുണ്ട്. അത് ഉണ്ട് എന്ന് തിരിച്ചറിയാത്തത് മാത്രമേ ഉള്ളൂ പ്രശ്നം. കാരണം ഞാൻ എന്ന് പറയുന്നത് സായിപ്പിന്റെ പണം വാങ്ങിച്ച് സായിപ്പിന്റെ പണിയും ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള യന്ത്രമാണെന്നും പ്രകൃതിയുടെ ഭാഗമല്ല എന്നും അവര് നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ പാഠത്തിൽ മയങ്ങിയവരാണ് പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ വിച്ഛേദത്തിലായി നിൽക്കുന്നത്. നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതിക്കകത്താണ്, പ്രകൃതിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ അങ്ങനെ എല്ലാം ഭംഗിയായി വിതരണം ചെയ്തിട്ടുള്ള ഈ സംവിധാനത്തിൽ നിങ്ങൾ വേണമെന്ന് കൽപ്പിച്ചാൽ, വേണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം മുമ്പിലേക്ക് എത്തും. വേണ്ടത് എന്ത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ അറിയണം. ചന്ദ്രമണ്ഡലത്തിൽ പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നടക്കാത്ത കാര്യം.
ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ലോകത്താരാഗ്രഹിച്ചിട്ടും കാര്യമില്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ കുറേ പഠിക്കണം. നിങ്ങൾ പഠിച്ചോ, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ലോകത്ത് ആര് വിചാരിച്ചാലും നടക്കൂല. മരിച്ച ഒരാൾ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു ബന്ധു മരിച്ചു, അയാൾ തിരിച്ചു വരണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. നടക്കൂ? നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നടക്കില്ല. അങ്ങനെയുള്ള ആഗ്രഹങ്ങളല്ല. നമുക്ക് വേണ്ടതെന്ത് അത് ആഗ്രഹിക്കുക. നമുക്ക് വേണ്ടത് സാധ്യമായ കാര്യങ്ങൾ ആഗ്രഹിക്കുക. ആഗ്രഹങ്ങൾ നടക്കും. ഈ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് എന്താണ്? മെനക്കെട്ട് ആഗ്രഹിക്കാൻ പറയുന്നത്. നിങ്ങൾ സ്വാഭാവികമായി ജീവിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം മുന്നിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അതങ്ങനെയാണ് അതിന്റെ രീതി. എന്നിട്ടും നമ്മൾ ജീവിതത്തിൽ മാറ്റം വേണമെന്ന് വിചാരിക്കുന്നത് നമ്മൾ വിചാരിച്ച വഴി കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിന് ഞാൻ മുമ്പേ പറഞ്ഞ സായിപ്പിന്റെ എഡ്യൂക്കേഷൻ നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത്, ആ എഡ്യൂക്കേഷൻ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിലെ യുക്തി എന്നുള്ള സാധനം, അത് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വശത്ത്, അതായത് നമ്മൾ ആഗ്രഹിച്ചാൽ സാധിക്കും എന്നുള്ളത് ഒരു വശത്ത്, നമ്മളും പ്രകൃതിയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെന്ന്, അല്ലെങ്കിൽ നമ്മളും പ്രകൃതിയും ഒന്നാണെന്ന്, പ്രകൃതിയുടെ പല ലെയറുകളുണ്ട്. പ്രപഞ്ചം, മറ്റേ ഗാലക്സി, സൗരയൂഥം, ഗ്രഹം, അതിനകത്ത് ജീവിവർഗം, അതിനകത്ത് മനുഷ്യവർഗം, അതിനകത്ത് മനുഷ്യൻ, അതിനകത്ത് ഞാൻ, എന്റെ അവയവം, അവയവത്തിനകത്ത് കല, പിന്നെ കോശം, കോശാന്തരദ്രവം, മറ്റേ ആറ്റങ്ങൾ, അതിനകത്ത് സബാറ്റോമിക് അണുകൾ, അതിനകത്ത് ക്വാക്കുകൾ, അതിനകത്ത് മറ്റേ ഊർജം, അതിനുമകത്ത് ബോധം, അതുപോലെ അതിന്റെ അകത്തേക്ക് നമുക്ക് പോവാം. ഇത്രയേറെ ലെയറുകളുണ്ട്. ഈ ഓരോ തലത്തിലും ജീവനുണ്ട്. ഈ ഓരോ തലവും സ്വയം നിർദ്ധാരകത്വമുള്ളതാണ്. ഇതിന്റെ എന്റെ ശരീരത്തിന്റെ സ്വയം പ്രവർത്തന സംവിധാനവും ഭൂമിയുടെ പ്രവർത്തന സംവിധാനവും, തൽക്കാലത്തേക്ക് ഭൂമിയിൽ നിന്ന് എടുക്കുക, ഭൂമിയുടെ പ്രവർത്തന സംവിധാനവും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കും. നിങ്ങളുടെ ശരീരത്തിനകത്ത് എല്ലാം ചേർന്ന് നടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് കിട്ടുന്നത്, നിങ്ങളുടെ ശരീരത്തിനകത്ത് വേണ്ടതെല്ലാം കൃത്യമായി കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ശരീരവും അവയവവും കലകളും കോശങ്ങളും ഒരു ലൈനിൽ നിൽക്കുമ്പോഴാണ്. അതെല്ലാം തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് കിട്ടുക. അതൊരു മെക്കാനിസമാണ്. അതൊരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തന സംവിധാനമാണ്. അത് ആരും പ്രോഗ്രാം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അതിന്റെ വഴിയിലേക്ക് നിന്ന് കൊടുത്താൽ മതി, അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിനിടയിലാണ് നമ്മുടെ യുക്തി ഇട്ടിട്ട് ഇതിനെ മുഴുവൻ കുഴക്കി നമുക്കതൊന്നും കിട്ടില്ല, നമ്മൾ തലകുത്തി നിന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നുള്ള വിചാരത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതിന് പകരം ഇതങ്ങ് തുറന്നിട്ട് നോക്കൂ, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ പലരും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ ഫണ്ടമെന്റൽ മെക്കാനിസം ഇതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക. നിങ്ങളുടെ ഉപരിവ്യവസ്ഥയും നിങ്ങളുടെ ആന്തരിക വ്യവസ്ഥയും തമ്മിലുള്ള ആ ഒരു സുതാര്യ ബന്ധത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഒരു വശം. ഇനി ഇതെങ്ങനെയൊക്കെ ആയിട്ടുള്ളപ്പോഴും നമ്മൾ ശീലങ്ങളിൽ കുടുങ്ങി നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതായിത്തീരുന്നതിന്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞു. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു പശിമയുണ്ട്. ഈ പശിമയെ മാറ്റണം എന്നുണ്ടെങ്കിൽ പശിമയെ മാറ്റം നടക്കൂല. കാരണം അത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, 28 വർഷം ഈ മേഖലയിൽ ആളുകളെ മാറ്റാനായിട്ട് തല കുത്തി എന്നുള്ള. ഞങ്ങളിവിടെ ഓരോരുത്തരും ഓരോ വീടുകളിൽ താമസിക്കുന്നവരല്ല, ഞങ്ങൾ കമ്മ്യൂണായിട്ട് ജീവിച്ചവരാണ്. എന്ന് വെച്ചാൽ ഒരുമിച്ച് ജീവിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കൊല്ലമായിട്ടാണ് ഗുരുകുലം, ഇക്കോവിലയൊക്കെ വെവ്വേറെ ആയത്. നേരത്തെ ഇത് ഒരുമിച്ചാണ്, നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഈ ഒരുമിച്ച് ജീവിക്കുന്ന സംവിധാനത്തിൽ ഈ വരുന്ന ആളുകളിലെ മാറ്റം ഉണ്ടാക്കാനായിട്ട് നമ്മൾ റൗണ്ട് ദ ക്ലോക്കാണ് ട്രയൽസ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് പരിശീലനങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശീലനങ്ങൾ. എന്തൊക്കെ മാറ്റം വരുത്താം? നമ്മൾ അവരുടെ കാൽഷ്യം ഫാക്ടർ മാറ്റാൻ കാൽഷ്യം ഉള്ള ഭക്ഷണം വരെ കഴിച്ചു നോക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ട്രയൽസ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് പരിശീലനങ്ങൾ, ഒരുപാട് ചലനങ്ങൾ, ഒരുപാട് നൃത്തരൂപങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ശ്വാസക്രമത്തിലുള്ള ക്രമീകരണം, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി. ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. ജനിച്ചതിന് ശേഷം ഒരാളിന് മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ആകെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരാളുടെ ശേഷി ഉണ്ടല്ലോ, ആ ശേഷി മുഴുവനായിട്ടും നമ്മൾ യൂസ് ചെയ്യില്ല. നിങ്ങളെല്ലാവരും സ്കൂളിൽ പോയിട്ടുള്ളവരാണല്ലോ. എന്തിനാ സ്കൂളിൽ പോകുന്നത്? നിങ്ങൾക്ക് 10 ശേഷികൾ ഉണ്ടെങ്കിൽ അതിൽ 9 ശേഷിയും ഉപയോഗിക്കാൻ കഴിയാതാക്കുകയും, അല്ലെങ്കിൽ അവന് വേണ്ട ശേഷി, സായിപ്പിന് വേണ്ട ശേഷി, അവന്റെ ക്ലറിക്കൽ വർക്ക് ചെയ്യാനുള്ള ശേഷി, അവന്റെ ലോക സമ്പ്രദായം നടത്താനുള്ള ശേഷി മാത്രം ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. നിങ്ങളല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്കൂളിൽ പോയത്. നിങ്ങൾ സ്കൂളിൽ പോയപ്പോ നിങ്ങളുടെ ഈ ശേഷികളെല്ലാം അവരടിച്ചമർത്തപ്പെട്ടു. നമ്മൾ ആമയെ കൊണ്ട് മരം കയറാൻ പഠിപ്പിച്ചു, കുരങ്ങനെ കൊണ്ട് നീന്താൻ പഠിപ്പിച്ചു. ഇതാണ് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കൂൾ എഡ്യൂക്കേഷനിൽ കൂടെ പോയപ്പോ നിങ്ങളുടെ ഇന്റേണൽ ഫാക്കൽറ്റീസ്, നിങ്ങളുടെ ആന്തരിക ശേഷികൾ എന്നുള്ളത് പ്രവർത്തിക്കേണ്ടായി. ആ പ്രവർത്തിക്കാതായ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അതിനെ പരിശീലനം കൊണ്ട് നമുക്ക് ഉണർത്തിയെടുക്കാൻ കഴിയും. അത് മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റം. നിങ്ങൾ പ്രകൃതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ആദ്യം,
എനിക്ക് നാളെ തുറന്നൊറിയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ തന്നെ എനിക്ക് കൈ പ്രദാനം ചെയ്തിട്ടില്ല. ഞാൻ ജനിച്ചപ്പോൾ തന്നെ കൈ എനിക്ക് പ്രദാനം ചെയ്തത് പിന്നീട് എനിക്ക് എന്റെ പുറം ചൊറിയാനുള്ള ആവശ്യം വരും എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജനിച്ച സമയത്ത് ജനിച്ച് അമ്മയുടെ വയറ്റിൽ നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ നിങ്ങളെ കാത്ത് 2 മുലകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, നിറയെ പാലുമായിട്ട്, നിങ്ങളെ പോറ്റാനായിട്ട്. ആ മാറിയിടം അമ്മയ്ക്ക് ഉണ്ടായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അതൊരു നീണ്ട പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറായി സജ്ജമായി ഇരുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ കൂട്ടി തന്നെ ഇവിടെ ഉണ്ടാക്കി ക്രമീകരിച്ച് വെച്ചതിന് ശേഷമാണ് നിങ്ങൾ ഉണ്ടാകുന്നത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ച നിങ്ങൾക്കുള്ള സാധനം ഇവിടെ ഉണ്ടാവില്ലേ? ഉണ്ട്, എപ്പോഴും ഉണ്ട്. അത് ആ ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എപ്പോഴും അതവിടെ ഉണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുക. നമുക്ക് വേണ്ടുന്ന ഘടകങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അത് വേണ്ടതുപോലെ സ്വീകരിക്കാനുള്ള ശേഷിയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ മടി, നമുക്ക് നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ട്, നമുക്ക് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ നമ്മൾ അങ്ങനെ സ്വീകരിച്ച് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിലേക്ക് തിരിയാൻ കഴിയില്ല. അങ്ങനെ ഒരു തോന്നൽ, നമ്മൾ ഈ സ്കൂളിൽ പോയത് കൊണ്ട് നമ്മുടെ ശേഷികളെ ഉപയോഗിക്കാൻ കഴിയാത്തവരായി, ആ കഴിവുകളെ കുറിച്ച് അറിയാത്തവരായി, അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വന്ന ഒരവസ്ഥ. ഇങ്ങനെ എല്ലാം കൊണ്ടാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തത്. ഈ അടുപ്പത്ത് പാല് വെച്ചിട്ടേ മുറ്റമടിക്കാൻ പോകുന്ന വീട്ടമ്മമാരുണ്ട്. തിരിച്ചു വരുമ്പോ അടുപ്പിന്റെ മുകളിൽ കരിഞ്ഞു തുടങ്ങിയൊരു പാത്രം കാണും. ചിലരുണ്ട് പാല് വെക്കും, മുറ്റമടിക്കാൻ പോകും, കൃത്യം ആ പാല് പോകുന്ന സമയത്ത് തിരിച്ചു വരും. കാരണം അവന്റെ ജൈവ ഘടികാരം എന്ന് പറയുന്നത് പാലിന്റെ പ്രവർത്തന ഘടികാരം, പാലും സ്റ്റൗവും തമ്മിലുള്ള കോമ്പിനേഷണൽ ഘടികാരവുമായിട്ട് കണക്റ്റഡ് ആണ്. മറ്റുള്ളവര് അത് കണക്റ്റഡ് അല്ല. അതുകൊണ്ടാണ് പാല് പൊങ്ങിപ്പോകുന്നത്. പണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലൊരു കനകം ഉണ്ടായിരുന്നു. കനകം ഇങ്ങനെ ഷട്ടിൽ കളിക്കുന്നത് കാണാം. ഇങ്ങനെ ഷട്ടിൽ മുകളിലേക്ക് ഇടും, എന്നിട്ട് ബാറ്റ് കൊണ്ട് അടിക്കും. ബാറ്റ് ആ വഴി പോകുമ്പോഴേക്കും ഷട്ടിൽ താഴെ എത്തിയിട്ടുണ്ടാവും. നല്ല ടൈമിംഗ് ആണ്. അങ്ങനെ ടൈമിംഗ് ഉള്ള ഒരുപാട് പേരെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ കണ്ണാടി നോക്കുമ്പോഴേ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെ തന്നെ നമുക്കും ഉണ്ടാവും അതുപോലുള്ള ചില പ്രശ്നങ്ങൾ. ആ ടൈമിങ്ങിന്റെ ഒരു ക്രമമില്ലായില്ല. നമുക്ക് നമ്മുടെ പരിസരവുമായിട്ട് താളത്തിലാകാൻ കഴിയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മുടെ ശ്രദ്ധ അതിനുണ്ടാകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പലപ്പോഴും ശ്രദ്ധ ഉണ്ടാവില്ല അതിനകത്ത്. നമ്മൾ ഈ പാലയുടെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുറ്റം അടിക്കാൻ പോകുന്ന സമയത്ത് ഈ മുറ്റം എന്നുള്ള സംഭവത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാല് എന്നുള്ളത് നമ്മൾ വിട്ടുപോകുന്നു. പാലിനെ നമ്മൾ ഓർത്താലും ഓർത്തില്ലെങ്കിലും സ്വാഭാവികമായിട്ട് അതുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരവസ്ഥ മനുഷ്യരുണ്ട്. നിങ്ങൾക്ക് ആ അവസ്ഥ ഇല്ല എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് പിന്നെന്താ വേണ്ടത്? പാലവിടെ ഉണ്ട്, അതിൽ നിന്ന് ശബ്ദം വരുന്നുണ്ടോ, ആ പൊങ്ങിപ്പോകുന്ന ശബ്ദം വരുന്നുണ്ടോ എന്ന ഓർമ്മയുണ്ടാവുക. അത് ഓർക്കാൻ പറ്റാത്തൊരവസ്ഥയിലും ഒരു സാഹചര്യത്തിലാണെങ്കിൽ എന്ത് ചെയ്യുക? പാലിന് വിട്ട് പോകാതിരിക്കുക, അതിന്റെ അടുത്ത് നിന്നാൽ മതി. ശരിയോ? പാലിറക്കി വെച്ചിട്ട് വേറെ പണിക്ക് പോയാൽ മതി. പക്ഷെ നമുക്കത് ശ്രദ്ധയുണ്ടാവണമെങ്കിൽ നമുക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയണം. നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ജൈവ ഊർജം, നമ്മൾ വൈറ്റൽ ഫോക്കസിംഗ് എന്നാണ് പറയുക, ജൈവ ഊർജത്തിന്റെ കേന്ദ്രീകരണം അവിടെ ഉണ്ടാവും. നിങ്ങളിപ്പോ ഒരു ട്രെയിനറുടെ ക്ലാസ് കേട്ടു, ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന പോലെ ആയിത്തീരുമെന്ന് നിങ്ങൾ ക്ലാസ് കേട്ടു. അത് കഴിഞ്ഞ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബസ് ഒരു കുഴി ചാടി നിങ്ങളുടെ ഓർമ്മ പോയി എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ആ ക്ലാസിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടി, അതിന്റെ സന്തോഷം നിങ്ങൾ അറിയുന്ന കാലത്തോളം ആ ട്രെയിനർ കൂടെ വന്നിട്ട് അത് ചെയ്യൂ, ഒന്ന് ശ്രദ്ധിക്കുക, അത് ചെയ്യൂ, അല്ല വലത്തോട്ട്, അല്ലല്ല ഇടത്തോട്ട്, ഒന്ന് ചെയ്യും. ഈ ഡ്രൈവിംഗ് സ്കൂളിലെ മാഷുമാരെങ്ങനെ ചെയ്യാം? അവർ കൂടെ ഇരിക്കും. കൂടെ ഇരുന്നിട്ട് നിങ്ങൾ കാറ് ഓടിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒന്ന് വലത്തോട്ടിരിക്കും, അല്ലല്ല കുറച്ചെടുത്തോട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഷയായിത്തീരുന്നത് വരെ, ഏത് ഈ ചെയ്യേണ്ട ഡ്രൈവിംഗിനുള്ള പണിയുണ്ടല്ലോ, അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഷയായിത്തീരുന്നത് വരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ശരീരം അത് ശ്രദ്ധിച്ചുകൊള്ളും എന്നുള്ളൊരവസ്ഥ എത്തും വരെ അവർ കൂടെ ഇരിക്കും. അങ്ങനെ ഒരു കൂടെ നിൽക്കുന്ന ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വൈറ്റാലിറ്റി എന്നുള്ളത്, നമ്മുടെ ജൈവ കേന്ദ്രീകരണം അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജ കേന്ദ്രീകരണം എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലായിരിക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കുള്ളൂ.
പക്ഷെ നമ്മൾ പലപ്പോഴും പല പരിശീലനങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ ശ്രദ്ധ ഉണ്ടാകണമെങ്കിൽ അത് ശ്രദ്ധിക്കാനുള്ള ഒരു മെക്കാനിസം വേണം. പലപ്പോഴും സ്ഥിരമായിട്ട് മറക്കുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ, എന്ത് കാര്യം ചെയ്യുമ്പോൾ മറക്കുന്ന ആൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുന്നവർക്ക് സിമ്പിൾ ആണ്. ഒരു പേനയും പേപ്പറും കൈ കരുതുക, മറ്റേ ഒരു കുഞ്ഞു പുസ്തകം പോക്കറ്റിൽ വെക്കുക, അതിന്റെ കൂടെ ചെറിയ പേനയോ പെൻസിലോ വെക്കുക. എന്ത് കാര്യം ഓർക്കുന്നു അത് അപ്പൊ അവിടെ എഴുതി വെക്കുക. അടുത്തത് ഇത് ചെയ്യണം എഴുതി വെക്കുക. പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് എഴുതി വെക്കുക. ആ ഓരോ സംഭവം എഴുതി വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് നോക്കിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അതാ സമയത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രോസസ് ആണ്. ഇത് ചെയ്താൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. എന്നിട്ട് പിന്നെ ടു ഡു ലിസ്റ്റ് എവിടെ എഴുതി വെച്ചെന്നുള്ളത് ഓർക്കാനുള്ള ഒരു ചെറിയ ശ്രമം കൂടെ വേണ്ടി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. ഇതാണ് പലരുടെയും പ്രശ്നം. നമ്മൾ എഴുതിയൊക്കെ വെക്കും, പക്ഷെ ഇത് എവിടെ എഴുതി വെച്ചെന്നുള്ളത് മറക്കും. ഇവിടെ ഒരാളുണ്ട്, എന്ത് സാധനം കിട്ടിയാലും അത് എടുത്തു വെക്കുമ്പോൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കും. ആ സൂക്ഷിച്ചു വെക്കുന്ന ഇത് എവിടെയാണെന്നുള്ളത് എഴുതിയും വെക്കും. പുള്ളി ഇങ്ങനെ എഴുതുക, ഇന്ത്യ എന്ന്. മനസ്സിലായല്ലേ? നമുക്ക് പലപ്പോഴും എൻകാപ്സുലേഷൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അതേക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധയോടെ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് മാറ്റം എന്ന കാര്യത്തിന് വേണ്ടിയുള്ള പ്രോസസ്സിലൂടെ കൃത്യമായിട്ട് യാത്ര ചെയ്യാൻ കഴിയും. കൃത്യമായിട്ട് യാത്ര ചെയ്ത് നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിപ്പിച്ചാൽ മതി. ഒരു പ്രത്യേക രീതിയിൽ റിസീവ് ചെയ്യാൻ ക്രമീകരിപ്പിച്ചാൽ മതി. അതിന് പ്രകൃതിയുടെ നിയമങ്ങളെ ബോധ്യപ്പെടുത്തി ക്രമീകരിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് കാര്യങ്ങളെ റിസീവ് ചെയ്യാൻ പറ്റും. എന്താണ് വേണ്ടത്? പ്രകൃതിക്ക് അഭിമുഖമായി നിൽക്കണം. പ്രകൃതി തരുന്ന സമയത്ത് സ്വീകരിക്കാൻ പറ്റണം. പ്രകൃതി തരുമെന്ന കാര്യം ബോധ്യം വേണം. നമ്മൾ ഇഷ്ടിക മുകളിലേക്ക്, വീട്ടിന്റെ മുകളിലേക്ക് ഇങ്ങനെ പണിക്കാരെ കെട്ടി കൊടുക്കുന്ന സമയത്തെ അത് കൃത്യമായിട്ട് ഇവരിങ്ങനെ ഇടുന്നു. അപ്പൊ അവർ അവിടെ നിന്ന് വാങ്ങിച്ചിടുന്നു. അതൊരു താളത്തിൽ ഇങ്ങനെ പോകും. അപ്പോഴാണ് നമ്മൾ മറ്റേ പണിക്കാരല്ലാത്ത അല്ലെങ്കിൽ പണിയുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആരെങ്കിലും പിടിച്ച് അവിടെ നിർത്തുക. ഒരുത്തന് ഇട്ട് കൊടുക്കും, അവൻ ആ സമയത്ത് പിടിക്കില്ല. അത് അവിടെ നിന്ന് താഴെ വീഴും, ആരുടെങ്കിലും കാലി കൊള്ളും, പ്രശ്നമാവും. ഇത് തന്നെയല്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നത്. പ്രകൃതി നമുക്ക് വേണ്ടത് തരും, സമയത്ത് സ്വീകരിക്കാൻ നമുക്ക് കഴിയണ്ടേ? പ്രകൃതി വേണ്ടത് തരുമെന്ന കാര്യത്തിൽ ശ്രദ്ധ വേണ്ടേ? നമ്മുടെ മുന്നിലുള്ള പല കാര്യങ്ങളെ കുറിച്ചും നമ്മൾ അറിയില്ല. നമ്മൾ അറിയണം എന്നുള്ളൊരു ഒരു ഓർമ്മ വേണ്ടേ? അപ്പൊ ഇങ്ങനെയുള്ള നമ്മളുടെ മിസ്സിംഗ് ലിങ്കുകൾ ഒരുപാടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങൾ. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തവരല്ല. നിങ്ങളുടെ മുമ്പിൽ കൂടെ ഇതെല്ലാം കടന്നു പോയിട്ടുണ്ട്, കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രം. ശ്രദ്ധിക്കാനുള്ള ഒരു സാങ്കേതികത നമ്മൾ പഠിച്ചിട്ടില്ല. ഇതാരും പഠിപ്പിച്ചിട്ടില്ല. കാരണം അവർ പഠിപ്പിച്ചതെല്ലാം അവരുടെ കൃഷിയിടങ്ങളിലും ഖനികളിലും പണിയെടുക്കാൻ കൂലിക്കാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ നന്നാകേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്, അത് പ്രകൃതിയുടെ ആവശ്യമാണ്. ആ ആവശ്യത്തെ നിർവഹിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. നമുക്ക് പ്രകൃതിയുടെ ആ മഹാകൂടിനകത്ത് കൂടായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായി കൊടുക്കലും വാങ്ങലുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം. ആ ശ്രദ്ധയോട് ചേർന്നുകൊണ്ട് നമ്മൾ താളാത്മകമായി നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ പറ്റും. ആ ക്രമീകരണത്തിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ വിടാൻ പറ്റണം. നിങ്ങളെ പശിമ കളയാൻ പറ്റണം. പശിമ കളയണമെന്നുണ്ടെങ്കിൽ പുതിയ കാര്യത്തിലേക്ക് നിരന്തരമായി ശ്രദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിങ് സംവിധാനം വേണം. അപ്പൊ പഴയതിൽ നിന്നും പതുക്കെ നിങ്ങളെ വിടുവിച്ച്, ഇപ്പൊ ചില കുട്ടികളെ നമ്മൾ ഒരു വിരുന്ന് പോയി കഴിഞ്ഞാൽ വീട്ടില് അവിടെ ഒരു നമ്മളെ കൊണ്ടുപോയ കുഞ്ഞ് അവിടുത്തെ ഒരു ചേച്ചിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ വരില്ലേ എന്ന് പറഞ്ഞ് കരയും. അപ്പൊ നമ്മൾ പതുക്കെ കൈകളൊക്കെ വിടുവിച്ച് നമ്മളെ എടുത്തോണ്ട് പോകുമല്ലോ. ഇതുപോലെ നിങ്ങൾ നിൽക്കുന്ന ശീലത്തിന്റെ ആ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളെ മാറ്റിയെടുക്കണമെങ്കിൽ ചെറിയ ചില പണികൾ ചെയ്യാനുണ്ട്. നിങ്ങള് PSP കുറിച്ചുള്ള ഒരു പഠനത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പോസ്റ്ററുകൾ ശ്രദ്ധിച്ചാലോ, മനസ്സിന്റെ 6 തലങ്ങളെ മാറ്റുന്നു. എന്താ ഈ 6 തലം? മനസ്സെന്താണെന്നുള്ളത് ഞാനിപ്പോ ഇവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നത് ലോങ് ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. അതെല്ലാം ഇരുന്ന് കണ്ടോളൂ. ഇപ്പൊ ഞാൻ ഇത്ര മാത്രം പറയാം. ഞാൻ കൂടുകൾക്കകത്ത് ഇങ്ങനെ പറഞ്ഞല്ലോ, പല കൂടുകളുടെ കാര്യം പറഞ്ഞല്ലോ. അതില് നിങ്ങളാകുന്ന കൂട്, അതിനകത്താണ് ഇപ്പോ നിങ്ങളുടെ പേരിട്ട് വിളിക്കുന്ന, ഇപ്പൊ ദർശൻ അല്ലെങ്കിൽ ആദർശ് എന്ന് പേരിട്ട് വിളിക്കാവുന്ന ആ ഒരു പേരിലുള്ള വ്യക്തിയുള്ളത്. അവിടെയാണ് സത്തയുടെ മനസ്സ്, ബോധ മനസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന മനസ്സ്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സല്ല നിങ്ങൾ പ്രകടിപ്പിക്കുന്ന മനസ്സ്. നിങ്ങൾ
നിങ്ങൾ അറിയുന്ന മനസ്സ്, നിങ്ങൾ വെളിയിലുള്ള ലോകത്തെ ഇതാണ് ലോകം എന്ന് പറഞ്ഞ് അറിയുന്ന മനസ്സ്, നിങ്ങൾ ലോകത്തേക്ക് പ്രകടിപ്പിക്കുന്ന മനസ്സ്, അതാണ് പ്രകട മനസ്സ്. അപ്പോ നിങ്ങളാകുന്ന മനസ്സ്, നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മനസ്സാണ് നിങ്ങളുടെ പ്രകട മനസ്സ്, പ്രകടിപ്പിക്കുന്ന മനസ്സ്, പ്രകടിപ്പിക്കുന്ന ഒരു തലം. ഇത് വെളിയിലാണ്. അപ്പോ നിങ്ങളാകുന്ന മനസ്സിന്റെ അകത്തോ നിങ്ങളൊരു കാര്യത്തെ പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാനൊരു കാര്യം പറഞ്ഞു, ഇവിടെയുള്ള ആണും പെണ്ണും എല്ലാം ഒരുമിച്ചിരിക്കണമെന്ന്. അതെങ്ങനെ ശരിയാവും? ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു വന്നിരിക്കട്ടെ. അതിന് കാരണം എന്താ? ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് ശരിയല്ല. നിങ്ങൾ പഠിച്ച് ശീലിച്ചു വെച്ചിട്ടുണ്ട്, ഉപബോധത്തിൽ സ്മൃതിയായി സംഭരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് എന്ത് വിശ്വസിക്കുന്നത് ആ സംഭരണമാണ്, ഇതിനു മുമ്പ് സംഭരിച്ചു വെച്ചതാണ്. നിങ്ങൾ വേറൊരു നാട്ടിലാണ് ജനിച്ചതെങ്കിൽ, വേറൊരു നാട്ടിലാണ് ജീവിച്ചതെങ്കിൽ ഇതല്ല സംഭരിച്ചു വെച്ചിട്ടുണ്ടാവുക. നിങ്ങളുടെ ചിന്ത എങ്ങനെ ആയിരിക്കില്ല. അപ്പോ നിങ്ങളുടെ വിശ്വാസ വ്യവസ്ഥ എന്നുള്ളത് ഉപബോധമായിട്ട് നിൽക്കുന്നത്. അത് എവിടെയാണ് നിൽക്കുന്നത്? അത് അവയവങ്ങളുടെ തലത്തിലാണ്. അവയവങ്ങളുടെ തലത്തിലുള്ള ആ വിശ്വാസം എന്നുള്ളതിന്റെയും അകത്ത് നിങ്ങൾക്ക് ചില ശീലക്കേടുകളുണ്ട്. ഇപ്പൊ സൈക്കിൾ ചവിട്ടാൻ നമ്മൾ പഠിച്ചു. മറ്റേ ചെറിയ കാലത്ത് നമ്മൾ വിചാരിച്ചത് ഏട്ടൻ അല്ലെങ്കിൽ സൈക്കിൾ എങ്ങനെ ചവിട്ടി നടക്കണോ, ഞാനും ചവിട്ടും, എന്റെ കൈ കിട്ടിയ നമ്മളിങ്ങനെ ചെറിയ കാലത്ത് പറയുമല്ലോ, എന്റെ കയ്യിൽ ആ സൈക്കിൾ കിട്ടാണ്ട് ഞാൻ എങ്ങനെ അതിന്റെ മുകളിൽ കയറി ഇങ്ങനെ ചവിട്ടിയിട്ട് ഇതിലെ പറന്ന് അപ്പുറത്തോടെ പോയി എന്നൊക്കെ പറയും. സൈക്കിൾ പറയും പറക്കാനൊന്നും പറ്റൂല, ഇങ്ങനെ പതുക്കെ ചവിട്ടിക്കൊണ്ട് പോകാനേ പറ്റുള്ളൂ എന്നുള്ളത്. അനുഭവം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ അനുഭവത്തിലൂടെ നമ്മുടെ വിശ്വാസങ്ങളെ അനുഭവിച്ച് അതിലായിത്തീരുമ്പോഴാണ് ശീലമായി മാറുന്നത്. അതെവിടെയാണ് നിൽക്കുന്നത്? അത് കലകളിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ അവസ്ഥകൾ ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കുന്നത് ബോധമനസ്സ്, നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളിൽ കണ്ണും തല അല്ലെങ്കിൽ തല, കയ്യ്, കാല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവയെല്ലാം നിൽക്കുന്നത് പ്രകട മനസ്സിന്. നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ നിൽക്കുന്നത് ഉപബോധ മനസ്സ്, അവിടെയാണ് ഓർമ്മകൾ ഉണ്ടാവുക. നിങ്ങളുടെ കലകളിൽ നിൽക്കുന്നത് നിങ്ങളുടെ ശിക്ഷിതാവബോധ മനസ്സ്. ഉപബോധമല്ല, ശിക്ഷിതാവബോധ മനസ്സ് അല്ലെങ്കിൽ അവബോധ മനസ്സ്. ഇനി അതിന്റെ അകത്ത് വേറൊരു അവബോധം കൂടിയുണ്ട്, അതിനെ സഹജാവബോധ മനസ്സ് എന്ന് പറയും. അതിന് നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അത് ഓൾറെഡി ഉള്ളതാണ്. നിങ്ങൾ ആരാണോ, നിങ്ങളിൽ എത്രത്തോളം താളമുണ്ട്, നിങ്ങളിൽ എത്രത്തോളം യുക്തിയുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം സിദ്ധിയുണ്ട്, ഈ വക കാര്യങ്ങൾ ജനിച്ചപ്പോ കിട്ടിയ കാര്യങ്ങളാണ്. അതിന് മാറ്റം വരുത്താൻ കഴിയുകയില്ല, അതവിടെ ആയിരിക്കും. അതാണ് സഹജാവബോധം എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് പിന്നെയും ഉണ്ട്, അതൊന്നും നമ്മളിപ്പോ ചിന്തിക്കുന്നില്ല, നമ്മുടെ ഈ പരിശീലനത്തിൽ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഒളിമ്പസിനെ പഠിക്കാൻ, പ്രകൃതിയെ പഠിക്കാൻ, സാമൂഹ്യ ജീവിതത്തെ പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതെല്ലാം പഠിക്കാം. നമ്മുടെ ഫെലോഷിപ്പിലൂടെ ഇതെല്ലാം പഠിക്കാം. ഇപ്പോ തൽക്കാലത്തേക്ക് ഇത്ര മനസ്സിലാക്കുക, ഏറ്റവും ഉള്ളിൽ നിങ്ങളുടെ അകത്ത് നിങ്ങൾ ജനിച്ചപ്പോൾ കിട്ടുന്ന കാര്യമാണ് നിങ്ങളുടെ സഹജാവബോധം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും അകത്ത മനസ്സ്. 1. 2, നിങ്ങൾ ശീലങ്ങളിലൂടെ സ്വാംശീകരിക്കുന്ന മനസ്സ്, നിങ്ങളുടെ കോശങ്ങളിലല്ല കലകളിൽ. ആദ്യത്തേത് കോശങ്ങളിൽ, രണ്ടാമത്തേത് കലകളിലുള്ള മനസ്സ്. അതാണ് നിങ്ങളുടെ ശീലങ്ങളുടെ ഒരു തലം, മനോതലം. അതിനെയാണ് നമ്മൾ ശിക്ഷിതാവബോധ തലം എന്ന് പറയുക, ശിക്ഷിതാവബോധ മനസ്സ്. 3ാമത്തേത് നിങ്ങളുടെ വിശ്വാസങ്ങളുടെ ഉപബോധ മനസ്സ്, അത് നിങ്ങളുടെ അവയവങ്ങളിലാണുള്ളത്. 4ാമത്തെ നിങ്ങളുടെ ശരീരത്തിലുള്ളതാണ് നിങ്ങളുടെ ബോധ മനസ്സ്. 5ാമത് നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളിലുള്ളത്, അതാണ് പ്രകട മനസ്സ്. 6ാമത് 6 മനസ്സിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. 6ാമത് ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളവരും ഓൺ ചെയ്യാത്തവരും എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, എന്നോട് അഭിമുഖമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ വലത് കൈയൊന്ന് പൊക്കുക. ഇനി ആ വലത് കൈ ഒന്ന് താഴ്ത്തിട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എനിക്ക് എന്റെ ശരീരത്തെ അല്ലാതെ വേറൊരു കാര്യത്തെ അനക്കാൻ കഴിയില്ല എന്ന്. അപ്പൊ ഈ പൊങ്ങിയ കൈകളൊക്കെ ആരുടെയാ? നിങ്ങൾ എനിക്ക് അഭിമുഖമായിരുന്നപ്പോൾ അത് എന്റെ മനസ്സായി മാറി. അതുകൊണ്ടാണ് അത് പ്രവർത്തിച്ചത്. അതിനെയാണ് നമ്മൾ പ്രതിമനസ്സ് അല്ലെങ്കിൽ റെസ്പോൺസീവ് കോൺഷ്യസ്നെസ് എന്ന് പറയാം. അതാണ് 6ാമത്തെ തലം. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന, നിങ്ങൾ വേണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന കാര്യങ്ങൾ, അതാണ് റെസ്പോൺസീവ് കോൺഷ്യസ്നെസിന്റെ പരിധിയിൽ വരുന്നത്. നിങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് തോന്നുമ്പോൾ, ലഡു വേണമെന്ന് തോന്നുമ്പോൾ ലഡു മുന്നിലേക്ക് എത്തുന്നു. റെസ്പോൺസീവ് കോൺഷ്യസ്നെസ് ആണ്. കാരണം നിങ്ങൾ പ്രകൃതിയുമായിട്ട് ട്രാൻസ്പാരന്റ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയിലും അത് സംഭവിക്കുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സുഹൃത്തിന്റെ കോള് വരുന്നു. നിങ്ങളും
സുഹൃത്തും തമ്മിൽ പ്രകൃതിയിലൂടെയുള്ള ഒരു ട്രാൻസ്പെറൻസി ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ചിന്തയുടെ സമയത്ത് സുഹൃത്തിന്റെ കോള് വരുന്നത്. അതാണ് റെസ്പോൺസീവ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് പണം വേണമെന്ന് ആഗ്രഹിക്കുന്നു, ആവശ്യമായിട്ട് വരുന്നു, പണം കിട്ടിയെങ്കിൽ നന്നായി, എനിക്ക് എന്തായാലും കിട്ടും എന്ന് നിങ്ങൾ കരുതിയിരിക്കുമ്പോൾ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി അന്ന് വാങ്ങിച്ച പൈസ ഇതാട്ടോ എന്ന് പറഞ്ഞ ഒരാൾ പൈസ കൊടുത്തു തരുന്നു. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യം അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇത് റെസ്പോൺസീവ് കോൺഷ്യസ്നസ് കൊണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോ ഈ രൂപത്തിൽ പരസ്പരം ബന്ധിതമായി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇതിന് 6 തലങ്ങളും തമ്മിൽ ഏകീകരിച്ച് പ്രവർത്തിക്കുകയും 6 തലങ്ങളിലും മാറ്റം ഉണ്ടാവുകയും വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ശ്രദ്ധയുണ്ടാവണം, നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവണം. ഈ ശ്രദ്ധിക്കാനും ഓർമ്മിക്കാനുമുള്ള ഒരു സങ്കേതം നമുക്കുണ്ടാവണം. ആ സങ്കേതമാണ് നമ്മളിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന PSP. ഇത് നമ്മുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നാള് നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് പോകണം. വിടാതെ പ്രാക്ടീസ് ചെയ്യണം. 108 ദിവസമെങ്കിലും മിനിമം പ്രാക്ടീസ് ചെയ്യണം. ആ 108 ദിവസം നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളിൽ മാറ്റം ഉണ്ടായിരിക്കും. അത് 108 ദിവസത്തെ മാറ്റം എങ്ങനെയാണെന്ന് കൂടെ മനസ്സിലാക്കണേ. ആദ്യം എങ്ങനെയാണ് ഈ 108 ദിവസം പരിശീലിക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനൊരു 14 ദിവസം എടുക്കും. പിന്നെ ഞാനല്ല, മറ്റേ ദേവേന്ദ്രന്റെ അപ്പൻ മുട്ടുപട്ടർ വന്ന് പറഞ്ഞാലും മാറാത്ത കുറെ ആളുകളുണ്ട്. മടി കാരണം, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. നീട്ടിവെക്കൽ. എന്ത് നീട്ടിവെക്കുന്നത്? ഈ നീട്ടിവെക്കലിനെ എങ്ങനെ മാറ്റിവെക്കുക എന്നുള്ളത് പഠിക്കാനാണ് ആ പിന്നത്തെ 7 ദിവസം ഉപയോഗിക്കുക. അത് കഴിഞ്ഞാലോ ഇതിങ്ങനെ പോയാൽ മതിയോ? കാര്യങ്ങളൊക്കെ ഒരു ക്രമത്തിലാവണ്ടേ? ക്രമം 7 ദിവസം. പിന്നെ എന്ത് പറഞ്ഞാൽ പിന്നെ ഇതൊക്കെ നടക്കണ കാര്യമാണെന്ന് ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് പിന്നീട് വരുന്ന പോസിറ്റീവേഷൻ. എന്ത് നെഗറ്റീവ് സിറ്റുവേഷനും പോസിറ്റീവാക്കി കൺവെർട്ട് ചെയ്യാനുള്ള പരിശീലനം. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും പോസിറ്റീവ് ആക്കിയാലും ശരി, വീണ്ടും വീണ്ടും ഞാൻ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും, പെട്ടെന്ന് എനിക്കിത് വിട്ടിട്ട് പോകാൻ തോന്നും. അതാണ് ഇമോഷൻ എന്ന് പറയുന്നത്. ആ ഇമോഷനെ അതിജീവിക്കുന്ന സാധനമാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം വേണ്ടത്, അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമാണ്. ആരോഗ്യത്തിന് എന്താണ് ആരോഗ്യം എന്ന് അറിയണം, എന്താണ് നമ്മുടെ ഭക്ഷണം, എങ്ങനെയാണ് ജീവിതശൈലി എന്ന് അറിയണം, അത് ക്രമീകരിക്കണം. രാവിലെ എഴുന്നേറ്റ് ഇഷ്ടം പോലെ എണ്ണയുള്ള ഒരു പൂരിയും പിന്നെ പൂരി മസാല ഉഴുന്നുവടയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ശാന്തമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ നല്ല രീതിയിൽ വിജയിക്കും തോന്നുന്നുണ്ടോ? അപ്പൊ അത് ഉള്ളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക? നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് തരം ജീവിത ശൈലി നിങ്ങൾ കൊണ്ടു നടക്കണം എന്ന് അറിയാനുണ്ട് 21 ദിവസം ലളിതാരോഗ്യം. അതിനുശേഷം നിങ്ങളുടെ ഉള്ളിൽ പലതരം ഭീതികൾ ഉണ്ടാവും. ആ ഭീതികളെ അതിജീവിക്കാനായിട്ട് ധീരജീവിതം. അതിനുശേഷം നിങ്ങളുടെ സന്തോഷത്തെ നിരന്തരമായി സൂക്ഷിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവണം. അതിനാണ് സന്തോഷ ജീവിതം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടാവും, പലതരം ബന്ധങ്ങൾ. പ്രണയമുണ്ടാകാം, സൗഹൃദം ഉണ്ടാകാം. എന്താണെങ്കിലും ബന്ധങ്ങളെയെല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പഠിക്കുന്ന ശുഭദാമ്പത്യം. സമ്പത്ത് എന്നുള്ളത് നമുക്ക് നിരന്തരം ആവശ്യമുള്ളതാണ്. ഇതിനെ കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ള ശുഭസമ്പന്നത. ഇങ്ങനെ കുറച്ച് മൊഡ്യൂളുകൾ വഴിയാണ് ഈ 108 ദിവസം ആവുന്നത്. 108 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്തോ അത് അച്ചീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾ നേടിയിട്ടുണ്ടാവും. നിങ്ങൾ അതുകൊണ്ട് ഭൂലോക സമ്പന്നനായി തീർന്ന് നിങ്ങൾ മറ്റേ ബിൽഗേറ്റ്സിനെയൊക്കെ തോപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ആയിത്തീരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല. അതിനു വേണ്ടിയിട്ടല്ല. പക്ഷെ അങ്ങനെ ആയി മാറണമെങ്കിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ആയി മാറുന്നൊരവസ്ഥയിൽ നിങ്ങൾ നടന്നു പോകുന്ന ഒരു വഴിയുണ്ട്. ആ വഴി നിങ്ങൾ പ്രകൃതിയെക്കുറിച്ച് അറിയും, ഈശ്വരനെ കുറിച്ച് അറിയും, നിങ്ങളെക്കുറിച്ച് അറിയും. പ്രകൃതിയെ വ്യക്തമായിട്ട് ബോധ്യമാവും. അങ്ങനെ ബോധ്യമായ ആളുകളുള്ള ഒരു ലോകമാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. പിന്നെ ഈ ഓരോ ദിവസം കഴിയും തോറും, ഈ ഓരോ ദിവസം നിങ്ങൾ ചെയ്തു പോകും തോറും ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുമ്പോഴെല്ലാം ഞങ്ങൾ ഇതിന് ചെറിയ ഒരു ദക്ഷിണ ഈടാക്കുന്നുണ്ട്. അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് പണിയായി വരുന്ന അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ദക്ഷിണ ഈടാക്കുന്നുണ്ട്. മിനിമം 100 രൂപ ഒരു ദിവസത്തേക്ക്. മിനിമം 100 രൂപ. ശേഷിയുള്ളവർക്ക് കൂടുതൽ തരാം, ദക്ഷിണയായിട്ട് കൂടുതൽ തരാം. മിനിമം 100 രൂപ. ആ 100 രൂപ തരുന്നു. ഇപ്പൊ നിങ്ങൾ 108 ദിവസം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ 100 രൂപ വെച്ച് കിട്ടിയേ. അതുകൊണ്ട് ഇക്കോ വില്ലേജിലെ അടുത്ത കുടില് കെട്ടാം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഞങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനം ചെയ്യാനുള്ള ഒരു ഫ്യൂവല് കിട്ടും. അതേസമയം നിങ്ങളിൽ മാറ്റമുണ്ടാകും. ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങളിൽ ചിലർ പറയാണ്, ഇപ്പോ ലോകം എവിടേക്കാ പോകണമെന്ന് മനസ്സിലായി, ഞങ്ങൾ കൊണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചുകൂടെ വലുതായി. ഇവിടെ ഇരിക്കുന്ന വർഗീസേട്ടനും, ഇവിടെ ഇരിക്കുന്ന പ്രദീപും, ഇവിടെ ഇരിക്കുന്ന ദർശനും, ഇവിടെ ഇരിക്കുന്ന ആരാ പറയാ നസറിനും
ഇതുപോലുള്ള ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ കൂടിയത് ഇങ്ങനെയാണ്. അവരിതിന്റെ ഭാഗമായത് ഇങ്ങനെയാണ്. ഇത് പഠിച്ച് ബോധ്യം വന്നിട്ടാണ്. അപ്പൊ അത്തരത്തിൽ ബോധ്യം വന്ന് ഈ ഒരു വഴിയാത്ര ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ അതിന് വ്യക്തത വരുത്താൻ ശ്രമിക്കാം. ഇനിയാണ് നമ്മുടെ ക്ലാസ് തുടങ്ങേണ്ടത്. നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞാൻ ഉത്തരം തരിക എന്നുള്ളതിനാണ് ക്ലാസ് എന്ന് പറയുക. അതിനുശേഷം അതിന്റെ ആദ്യത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് വിഷയം വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഈ PSP എന്നുള്ള കോഴ്സിന് വേണ്ടിയിട്ടല്ല നമ്മളിത് പറഞ്ഞത്. പക്ഷെ PSP എന്നുള്ള കോഴ്സിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം വെച്ചിട്ടുള്ളത്. ഞായറാഴ്ച ഇതിന്റെ ഒരു അനുബന്ധ പരിപാടി കൂടിയുണ്ട്. അത് റെഗുലർ പ്രോഗ്രാം ആണ്. PSPയിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതിലും കൂടെ പങ്കെടുക്കുക. ഇതിൽ കൂടുതൽ അറിയണം എന്നുള്ളവർ നിങ്ങളുടെ പേരും വിലാസമല്ല പേരും നമ്പറും ജസ്റ്റ് ചാറ്റ് ബോക്സിൽ എഴുതിയിടുക. ഓക്കെ, ഇനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ എന്റെ അവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതുവരെ വളരെ ക്ഷമയോടെ ഇതെല്ലാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.